അറിയാം, അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടറാണ്. അപ്പൊ എനിക്കൊരു പേടിയുണ്ട് അവിടേക്ക് പോകാൻ വേണ്ടിട്ട്. എനിക്കാകെ വയ്യാണ്ടിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് ഈ ഡ്രാമ കാണിക്കുന്നവർ എനിക്ക് ഇഷ്ടമേ എന്ത് ഡ്രാമ എന്നാണ് പറയുന്നത്? എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസം ഇതിനെ പറ്റി സംസാരിച്ചപ്പോൾ നീ എന്നോട് പറഞ്ഞത് ഇന്നുകൊണ്ട് ലോകം അവസാനിക്കാൻ പോകല്ലോ, എനിക്കൊരു ഇത്തിരി സമയം എന്താ എന്ന് പറഞ്ഞു. പിന്നെ 3 ദിവസമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് നീ വളരെ കൂടാണ്, നീ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. പിന്നെ ഞാൻ എന്തിനാ അതിനെ പറ്റി ബോധരാകുന്നു? പിന്നെ ഇന്ന് ഞാൻ ചോദിച്ചപ്പോ മാത്രം നിനക്കുള്ളൊരു ചൂട് വിളിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. എന്താ പറയാ, സ്മെല്ലൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ആരോടും പറയാനും പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ് ഈ ഡ്രാമ ഒന്ന് നിർത്ത്. ഈ 1-ാം മാസത്തിൽ എന്തൊക്കെ ഉണ്ടാകാൻ പറ്റുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, ചുമ്മാ ഡ്രാമ കാണിക്കുകയാണ്. കണ്ടിട്ടുണ്ടാവും. എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്ക് ആദ്യത്തെ ദിവസം അങ്ങനെയാണോ ഇങ്ങനെയാണോ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോകും, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങള്. എന്തിനാണ് ഇങ്ങനെ മാറ്റം വരുന്നത്? ഇത് ആരുടെ പ്ലാനാണ്? എന്റെ പ്ലാനാണോ? എന്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നേ? ഞാനാണോ? പിന്നെ നിങ്ങളെന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത്? നിങ്ങളെന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ മാറുന്നത്? നിങ്ങളെന്തിനാണ് എന്തെങ്കിലും ചെയ്യുന്നത്? എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇതിന് വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നത്? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ആരുടെ സഹായം ഇല്ലാതെ, ഒരു മനുഷ്യന്റെ സഹായം ഇല്ലാതെ ചെയ്തു തരുമെന്ന് തോന്നുന്നു. ഹോസ്പിറ്റലിൽ പോകും, അവരൊറ്റയ്ക്ക് പറ്റില്ല എന്ന് പറയില്ലല്ലോ. എനിക്കറിയാം, നിങ്ങൾ ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഇത് വേണമെന്ന് വാശി പിടിച്ചതാണ് ഞാനാണ്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കാണ് വേണം എന്നും പറയുന്നത്. നിങ്ങളുടെ പ്ലാനിങ് തന്നെയല്ലേ, എന്റെ അല്ലല്ലോ. ഈ ഡ്രാമ ഇനിയെങ്കിലും അവസാനിപ്പിക്കൂ രാഹുൽ മാങ്കൂട്ടത്തിൽ. നിങ്ങൾ ഇത്രകാലം ഈ നാട്ടിലെ സർവ്വ മനുഷ്യരെയും രാഷ്ട്രീയ മാന്യത പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. ജീർണിച്ച പൊയ്മുഖം അഴിഞ്ഞു വീണിട്ടും എനിക്ക് സൗകര്യമുള്ളപ്പോൾ വിശദീകരിക്കുമെന്ന് പറയാനുള്ള ധൈര്യം അയാൾക്ക് ആരാണ് നൽകുന്നത്? നിങ്ങളുടെ സൗകര്യത്തിനും നിങ്ങളുടെ താല്പര്യത്തിനും അപ്പുറം ഒപ്പം നിന്ന മനുഷ്യരെ കുറിച്ച് ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒരു കുഞ്ഞ് വേണമെന്ന് തോന്നുമ്പോൾ ഒരു സ്ത്രീയെ അതിന് പ്രേരിപ്പിക്കുക, വേണ്ടെന്ന് തോന്നുമ്പോൾ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക, ഭീഷണിപ്പെടുത്തുക, തെറി വിളിക്കുക. നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നതെന്ന ഒരു സ്ത്രീയുടെ ചോദ്യം ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. ആ ചോദ്യത്തിന്റെ ചൂടിൽ നിന്നും അയാളെ ചുമക്കുന്ന കോൺഗ്രസിന് മൊഴിയാനാകില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA അടുത്തേക്ക് ഇനിയും സ്ത്രീകൾക്ക് പോകേണ്ടി വരും. അതിനാൽ തന്നെ സ്ത്രീയെ ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്ന അയാൾക്കെതിരെ പുറത്തു വന്ന തെളിവുകളൊന്നും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമല്ല. ജനങ്ങളോട് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം രാഹുൽ മാങ്കൂട്ടത്തിലിനും കോൺഗ്രസിനുമുണ്ട്. കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയെന്ന് അവർ പറയുന്ന രാഹുൽ പാലക്കാട്ടെ കോൺഗ്രസിന്റെ താരപ്രചാരകനാണ്. മനുഷ്യരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പൊതുസമൂഹത്തിൽ നിന്ന് ഒരു MLAക്ക് വിലക്കേർപ്പെടുത്തേണ്ടി വരുന്നതിന് മുൻപ് അയാൾ സ്വയം ഒഴിഞ്ഞു നിൽക്കാൻ തയ്യാറാകണം. കോൺഗ്രസിനോടാണ്. അയാളെ ഒഴിവാക്കേണ്ടത് സ്ത്രീ സുരക്ഷയ്ക്കായി മാത്രമല്ല, മനുഷ്യർ ജീവിക്കുന്ന സമൂഹത്തിന്റെ സുരക്ഷയ്ക്കായാണ്. ഇന്ന് ഈ വിഷയത്തിൽ അതിഥികളായി ചേരുന്നവർ: VPP മുസ്തഫ CPIM-ൽ നിന്നും, B റജി കോൺഗ്രസ് സഹയാത്രികൻ, അഡ്വക്കേറ്റ് PM മാതിര അഭിഭാഷക, ഒപ്പം തന്നെ സാമൂഹിക പ്രവർത്തക എന്നിവരാണ്. ആദ്യം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ച് ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടതില്ല എന്ന കോൺഗ്രസിന്റെ തീരുമാനപ്രകാരം കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ബി റജി കോൺഗ്രസ് സഹയാത്രികനാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് വിശദീകരിക്കാം എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ബി റജിയിലേക്ക് പോവുകയാണ്. ബി റജി, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന
ജനപ്രതിനിധി കൂടിയാണ്. അദ്ദേഹത്തെ ഇനിയും കൂടെ നിർത്തിക്കൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാനാകുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രസക്തം. സ്വാഭാവികമായും തൊട്ടടുത്ത നിമിഷം താങ്കൾ പറയും കോൺഗ്രസ് നടപടി സ്വീകരിച്ച് പുറത്ത് നിർത്തിയിരിക്കുന്നുവെന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്. പാലക്കാട്ടെ കോൺഗ്രസിന്റെ പ്രചാരണ മുഖം രാഹുൽ മാങ്കൂട്ടത്തിലാണ്. വി കെ ശ്രീകണ്ഠൻ MP കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കിയിട്ടില്ല എന്നതുമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ അകത്താണോ പുറത്താണോ? നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പ്രചരിപ്പിക്കുന്ന വീഡിയോയുമായും ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ അന്വേഷണ ഘട്ടത്തിലാണ്. ഇത് സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും പോലീസ് അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. കേസെടുക്കണമെന്നോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒക്കെ നിശ്ചയിക്കാൻ ഇപ്പോൾ ഈ പോലീസ് സംവിധാനത്തിന്, ആ അന്വേഷണ സംഘത്തിന് കഴിയും. അപ്പോൾ അതനുസരിച്ച് അവർക്ക് വേണമെങ്കിൽ കേസെടുക്കാം, അല്ലെങ്കിൽ യുക്തമായ നടപടികൾ സ്വീകരിക്കാം. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഏറ്റവും ഉന്നതമായ രാഷ്ട്രീയ ധാർമ്മികത പുലർത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന, മതേതരത്വ നിലപാട് സ്വീകരിക്കുന്ന, ഇൻക്ലൂസീവ് ഗ്രോത്തിന് വേണ്ടി നിൽക്കുന്ന ഈ പാർട്ടി അതിൻ്റെ 140 വർഷത്തെ ചരിത്രത്തിൽ നിന്ന് നോക്കിയാൽ തന്നെ ധാർമ്മികത അങ്ങേയറ്റം അത് വളരെ കരുതലോടെ കാത്തു സൂക്ഷിക്കുന്ന, എല്ലാ ജനവിഭാഗങ്ങളുടെയും വിശ്വാസത്തെയായാലും അവരുടെ വികാരത്തെയായാലും വ്രണപ്പെടുത്താതെ എല്ലാ മനുഷ്യരോടും സഹവർത്തിത്വം കാത്തു സൂക്ഷിക്കുന്ന, ധാർമ്മികതയുടെ അങ്ങേയറ്റം അതിനെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇതുമായിട്ട് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ വീണ്ടും ഒരു പഴയ സംഭവത്തെ വീണ്ടും കൊണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നു ഈ സ്വർണ്ണക്കൊള്ളയും അതുപോലെയുള്ള ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഈ സർക്കാരിനെതിരെ നടക്കുന്ന ശക്തമായ പ്രതിഷേധത്തെയും അല്ലെങ്കിൽ ഈ സർക്കാർ വിരുദ്ധ വികാരങ്ങളെയും ഒരു ഘട്ടത്തിലെങ്കിലും അല്ലെങ്കിൽ ഒരു തരത്തിലെങ്കിലും മറച്ചു വയ്ക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഈ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമായതുകൊണ്ടാണല്ലോ രാഹുലിന് വീണ്ടും കോൺഗ്രസിന്റെ വേദികളിൽ പങ്കെടുക്കാനാകുന്നത്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുക്കാൻ പിടിക്കാനാകുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ നിലയിൽ മാതൃകാപരമായ ഒരു നിലപാട് സ്വീകരിച്ച് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ പുറത്തു നിർത്തിയിരിക്കുകയായിരുന്നെങ്കിൽ വീണ്ടും ഈ വിഷയം വരുമ്പോൾ കോൺഗ്രസിന് വീണ്ടും മറുപടി പറയേണ്ട ആവശ്യം പോലും വരില്ലായിരുന്നു. നോക്കൂ, അന്വേഷണം നടക്കുന്നത് എന്തുകൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നില്ല, കുറ്റപത്രം സമർപ്പിക്കുന്നില്ല? ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല? നിങ്ങൾ ഈ രാഷ്ട്രീയമായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ മറ്റു വിഷയങ്ങളിൽ നിന്നും മാറുവാൻ വേണ്ടി ബോധപൂർവം ചമയ്ക്കുന്ന ഒരു സംഭവമായിട്ടേ നമുക്കിതിനെ കരുതാനാകൂ. കാരണം അധികാരം നിങ്ങളുടെ കയ്യിലാണ്, CPM-ൻ്റെ പക്കലാണ്, അന്വേഷണ ഏജൻസികൾ അവരുടെ പക്കലാണ്. തെളിവ് ഉണ്ടെങ്കിൽ അവർക്ക് അത് തുടർ നടപടികൾ സ്വീകരിക്കാം. അതേ തുടർന്ന് സംഘടന അതിൻ്റേതായ യുക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നേതൃത്വത്തിലുള്ളവർ പലരും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് ഒരു ചർച്ചയുടെ ആവശ്യം തന്നെ ഉരുത്തിരിയുന്നത് എന്തിനാണ്? അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള, അതുപോലെയുള്ള ജനാധിപത്യ ധ്വംസനം നടപടികൾ, ഇതൊന്നും സമൂഹത്തിൽ ചർച്ചയാകരുത് എന്നുള്ള ബോധപൂർവമായ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയ്ക്ക് വരുന്നത്? ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. അതാണ് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട്. VPP മുസ്തഫ, ഇന്നിപ്പോൾ K മുരളീധരൻ എന്ന കോൺഗ്രസിന്റെ നേതാവാണ് അല്പമെങ്കിലും ഈ വിഷയത്തിൽ ഒന്ന് തുറന്ന് സംസാരിക്കാൻ തയ്യാറാകുന്നത്. അപ്പോൾ അദ്ദേഹവും പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് സർക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കട്ടെ, സർക്കാർ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിലേക്കാണ് ഈ പ്രശ്നങ്ങളെ ആകെ ഒതുക്കാൻ ശ്രമിക്കുന്നത്. ഇതാ B. റജി കോൺഗ്രസിന്റെ സഹയാത്രികനാണ്, സ്വാഭാവികമായും അദ്ദേഹവും ആ നിലപാട് മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ നിലവിൽ ഉയർന്നു വരുന്ന മറ്റു വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനായി ബോധപൂർവം കെട്ടിച്ചമച്ചത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി തന്നെ ഇല്ല എന്നുള്ള നിഗമനത്തിലേക്കാണോ ഇവർ എത്തുന്നത് എന്നുള്ള സംശയമാണ് തോന്നുന്നത്. അപ്പോൾ സർക്കാർ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് കാത്തു നിൽക്കുകയാണ് ഇതാ കോൺഗ്രസ്. അപ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു സർക്കാർ? അസിത, കൈരളിയിൽ നിന്ന് ഈ വിഷയത്തിൽ ഇന്ന് ചർച്ചയ്ക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എനിക്ക് വലിയ മടിയായിരുന്നു. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇതുപോലെ ഒരു ചീഞ്ഞ വിഷയമൊക്കെ നമ്മളൊരു ചർച്ചയ്ക്ക് ഇരിക്കുക, എങ്ങനെയാണ് അതിൽ പങ്കെടുക്കേണ്ടത്? ഇവിടെ ഇപ്പൊ ശ്രീ റജിയുടെ വർത്തമാനം കൂടി കേട്ടപ്പോൾ ഞാൻ വല്ലാതെ സങ്കോചത്തിലാവുകയാണ്. എന്തൊരവസ്ഥയാണിത്! എങ്ങനെയാണ് യാതൊരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ ഒരു വിഷയത്തെ ന്യായീകരിക്കാൻ വേണ്ടി കഴിയുന്നത്? അതിനു വേണ്ടിയിട്ട് സർക്കാരല്ലേ, പോലീസല്ലേ, കേസല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വർത്തമാനം പറഞ്ഞു പോകാൻ റജി നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? രാഹുൽ മാങ്കൂട്ടത്തിനും അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന കോൺഗ്രസിനും കഴിയും.
റജിയെ പോലെ ഒരാൾക്ക് എങ്ങനെ? കാരണം റജി ഇവിടെ പരാമർശിച്ചത് 140 വർഷത്തെ പാരമ്പര്യമുള്ള കോൺഗ്രസിനെ കുറിച്ചിട്ടാ, അതിന്റെ ധാർമ്മികതയെ കുറിച്ചിട്ടാ. ധാർമ്മികതയെ കുറിച്ചിട്ടാണ് റജി നിങ്ങൾ ഇവിടെ പറഞ്ഞത്. നിങ്ങൾ ആ പാരമ്പര്യത്തെ കുറിച്ചിട്ടാ പറഞ്ഞത്. അങ്ങനെ പറയുന്ന ഒരാൾക്ക് പിന്നെ പോലീസല്ലേ, കേസല്ലേ, അന്വേഷണമല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ വിഷയത്തെ ലഘൂകരിക്കാൻ കഴിയുമോ റജി? എവിടെ നിങ്ങളുടെ ധാർമ്മികത? നിങ്ങൾ പറയുന്നത് പോലെ ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരു പങ്കുമില്ലെങ്കിൽ ഫ്രം ദ ബിഗിനിങ് ആൾക്കിത് നിഷേധിക്കാൻ വേണ്ടി കഴിയണ്ടേ? ഈ കേൾക്കുന്ന ശബ്ദരേഖ എന്റേതല്ല, ഈ പറയുന്ന സ്ത്രീയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എന്റെ ആർജവത്തോടു കൂടി കേരളീയ സമൂഹത്തോട്, അദ്ദേഹത്തിന്റെ ഒപ്പരം നിൽക്കുന്ന കോൺഗ്രസുകാരോട്, റജി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് സഹയാത്രികരോട് അദ്ദേഹത്തിന് ബോധിപ്പിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഇന്നും അദ്ദേഹം നിഷേധിച്ചോ? റജി പറയുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ CPM-കാര് തെരഞ്ഞെടുപ്പ് സമയത്ത് കൊണ്ടുവന്നിടുന്നതാണെങ്കിൽ അങ്ങനെയെങ്കിലും പറഞ്ഞൊഴിയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയണ്ടേ? റജി പറഞ്ഞതുപോലെ പോലും അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ലല്ലോ. ഇതൊക്കെ വെറും ഇലക്ഷൻ സ്റ്റണ്ടാണ്, എനിക്ക് യാതൊരു ബന്ധവുമില്ലാത്തതാണ് എന്ന് അദ്ദേഹം പറയാൻ തയ്യാറായോ? നിഷേധിക്കാൻ തയ്യാറായോ? അദ്ദേഹം റജി പറയുന്ന കാര്യം പറയുന്നത്. അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞാൻ പറയും. ഇങ്ങനെയാണോ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പൊതുപ്രവർത്തകൻ പറയേണ്ടത്? അവിടെ ഒരു കാരണം ഇതിലെന്താ അസിത, എനിക്കൊരു സങ്കോചം എന്ന് പറയുന്നത്, നമ്മളും ഇപ്പം പൊതുപ്രവർത്തകൻ എന്നാണ് അറിയപ്പെടുക. ഈ ഇദ്ദേഹവും ഈ പറഞ്ഞ അയാളും അറിയപ്പെടുന്നത് പൊതുപ്രവർത്തകൻ. അദ്ദേഹമൊക്കെ ചെയ്തു വെക്കുന്ന ഇത്തരം വേലത്തരങ്ങൾ ആളുകൾ, ഈ ജൻസി എന്നൊക്കെ പറയുന്ന പുതിയ തലമുറ നമ്മളെയൊക്കെ പിന്നെ കാണുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയായിരിക്കും സൈസ് സാധനം എന്നല്ലേ കരുതുക. ഇങ്ങനെ എന്തൊരു ധർമ്മ സങ്കടമാണ് നമുക്ക് ആ ശബ്ദം ഇന്ന് നേരത്തെ കേൾക്കുമ്പോൾ തന്നെ വലിയ പ്രയാസകരം. ഇന്നത്തേത് കൂടി കേട്ടപ്പോൾ മനുഷ്യത്വം, മാനവികത, ഈ പറഞ്ഞ 140 വർഷത്തെ പാരമ്പര്യമുള്ള കോൺഗ്രസ്, അതിലെ ഗാന്ധിയൻ മൂല്യങ്ങൾ, റജി അതുണ്ടെങ്കിൽ ഈ ശബ്ദം കേട്ടാൽ, ആ യുവതിയുടെ ഈ വാക്കുകൾ കേട്ടാൽ സങ്കടം വരാത്ത, നൊമ്പരം വരാത്ത ആരെങ്കിലും ഉണ്ടാവോ? അത് പിണറായിയുടെ പോലീസ് കേസെടുക്കട്ടെ, നിങ്ങൾക്കല്ലേ ഭരണമുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിയാൻ വേണ്ടി കഴിയുന്ന ഒരു സംഗതിയാണോ? എത്രമാത്രം അധപ്പതിച്ചു പോകുന്നു നമ്മുടെ ഈ പുതിയ കാലത്തെ പൊതുജീവിതം. രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്തുമാകാനുള്ള മണി പവർ, മസിൽ പവർ, ആ പവർ പൊളിറ്റിക്സിന്റെ ഏറ്റവും ജീർണമായ അവസ്ഥ. ഇങ്ങനെ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പെണ്ണുപിടുത്തത്തിനും പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അധികാരം കൈയടക്കാൻ വേണ്ടിയിട്ടും അതിന്റെ ചക്കരക്കുടത്തിൽ കൈയിട്ട് വാരാനും, അല്ലാതെ ഇവിടെ റജി തന്നെ പറഞ്ഞ, ഞാൻ ആവർത്തിക്കുന്നു, ഈ ഗാന്ധിയൻ മൂല്യങ്ങൾ, കോൺഗ്രസിന്റെ ധാർമ്മികത, പാരമ്പര്യം അതിലുള്ളതുപോലെ ധാർമ്മിക സേവനമല്ല, പൊതുജന സേവനമല്ല, മറിച്ച് ഈ പറയുന്ന നേതൃരൂപങ്ങളെല്ലാം ഇങ്ങനെ അവനവന്റെ ഈഗോയിസത്തിന് വേണ്ടിയിട്ടും അതുപയോഗിച്ച് എന്തും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ഒന്നായിട്ട് മാറുന്നു. എനിക്ക് സത്യത്തിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ കിട്ടുന്നില്ല, എങ്ങനെയാ നമ്മളിത് പറഞ്ഞ് പ്രകടിപ്പിക്കേണ്ടത്? അത്ര രോഷമാണ്. തീർച്ചയായും VP മുസ്തഫ, അത് മനസ്സിലാകുന്നുമുണ്ട്. ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞ അതേ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ഞാനും വ്യക്തിപരമായി അനുഭവിച്ചത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണമെന്നുള്ള സംശയം പോലും പോകെ ഉണ്ടാകുകയാണ്. ഞാൻ വരാം. PM ആതിര, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി, അയാൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന ചില നിലപാടുകളുണ്ട്. നോക്കൂ, റിലേഷൻഷിപ്പിലായിരുന്നിരിക്കണം, പ്രണയബന്ധത്തിൽ നിന്ന് അയാൾ എന്ന് നമുക്ക് തോന്നുകയാണ്. അയാൾ അതിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല. എന്തായാലും അതിന്റെ ഒരു ഘട്ടത്തിൽ അയാൾക്ക് ആ സ്ത്രീയിൽ നിന്നും ഒരു കുഞ്ഞുണ്ടാകണം എന്ന് തോന്നുകയാണ്. ആ ചാറ്റ് അങ്ങനെയാണല്ലോ. ഇതിൽ ഏറ്റവും തമാശ, പ്രണയത്തിന്റെ ഉദാത്ത ഭാവമാണ് അത് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു കൂട്ടരെയും നമ്മൾ ഇന്ന് ഈ പകലിൽ കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ ഉദാത്തമായ പ്രണയത്തിൽ മാത്രമേ ഒരു സ്ത്രീയോട് പുരുഷൻ ഒരു കുഞ്ഞ് വേണമെന്നൊക്കെ പറയുകയുള്ളൂ. എത്ര എന്ത് തന്നെയായാലും അങ്ങനെ അയാൾ പറയുന്നു, ഒരു കുഞ്ഞ് വേണമെന്ന് പറയുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ അത് വേണ്ട, ഗർഭഛിദ്രം നടത്തണമെന്ന് ആ സ്ത്രീയോട് പറയുന്നു. അപ്പോഴേക്കും അവൾ അതിൽ അല്പം വൈകാരികമായി ഇടപെടൽ നടത്തി കഴിഞ്ഞ് അവൾക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അത് വൈകാരികമായും ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകൾ അയാളെ അറിയിക്കുന്നു. പക്ഷേ അയാൾ ആ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് നമ്മൾ ആ ഓഡിയോയിൽ കേട്ടതാണ്. അതിന്റെ തുടർച്ചയായി ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് മാധ്യമങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് സൗകര്യമുള്ളപ്പോൾ പ്രതികരിക്കും, വിശദീകരിക്കും എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ അയാളുടെ സൗകര്യം, അയാളുടെ താല്പര്യം, അതിനപ്പുറത്തേക്ക് അവിടെ നിൽക്കുന്ന ഒരു സ്ത്രീ, അതൊരാൾ മാത്രമല്ല, ഇതിനോടകം തന്നെ അത് തെളിവുകൾ സഹിതം പുറത്തു വരികയും ചെയ്തു. 1-ലധികം പേർ. ഈ വ്യക്തിയുടെ അടുത്തേക്ക് ഇനിയും സ്ത്രീകൾക്ക് കടന്നു ചെല്ലണം. ഒരു MLA കൂടിയാണ് അയാൾ. അപ്പോൾ എങ്ങനെയാണ് ഈ വിഷയത്തെ പൊതുസമൂഹം സമീപിക്കേണ്ടത്?
MLA എന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാലും ഒരു പൊതുസമൂഹത്തിനകത്ത് ജീവിക്കുന്ന മനുഷ്യരെന്നുള്ള നിലയ്ക്ക് സ്ത്രീ പുരുഷ ബന്ധത്തിനകത്ത് കാണിക്കേണ്ടുന്ന സാമാന്യ മര്യാദ പോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പുറം നിൽക്കുന്ന സ്ത്രീയോട് അങ്ങനൊരു കാര്യം അവരുന്നയിക്കുന്ന സമയത്ത് അതെന്താണെന്ന് വിശദീകരിക്കേണ്ടുന്നത് ഈ നാട്ടിലെ എല്ലാ പൗരരുടെയും ധർമ്മമാണ്. അങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ തൻ്റെ ഭാഗം വിശദീകരിക്കുക എന്നുള്ളത്, അത് വിശദീകരിക്കാൻ അയാൾ തയ്യാറായിട്ടേ ഇല്ല. അതുപോലെ തന്നെ ആ ബന്ധത്തിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ രണ്ടുപേർക്ക് മാത്രം അറിയുന്ന കാര്യങ്ങൾ പുറം ലോകം അറിയുന്ന സമയത്ത് എന്താണ് അതിനകത്ത് സംഭവിച്ചത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതും പറയാൻ സന്നദ്ധമാവുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, നാളെ നവംബർ 25 സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള ഇൻറ്റൻസ് ക്യാമ്പയിൻ തുടങ്ങാൻ വേണ്ടി പോകുന്ന ദിവസമാണ്. നവംബർ 25 നിർഭയ ദിനം തൊട്ട് ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം വരെയുള്ള ദിവസങ്ങൾ ഈ രാജ്യത്തിനകത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ക്യാമ്പയിൻ, ഇൻറ്റൻസ് ക്യാമ്പയിൻ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ആ ക്യാമ്പയിൻ തുടങ്ങുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് കേരളത്തിൽ നിന്ന് ഇങ്ങനെയൊരു വാർത്ത ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്ത ജനങ്ങളെപ്പോലും തല താഴ്ത്തി അപമാനിതരായിട്ട് നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ. അങ്ങനെ ഒരു ജനപ്രതിനിധി ഇരിക്കുന്ന ഒരു സംസ്ഥാന അസംബ്ലി ഉള്ള ഒരു സംസ്ഥാനത്തിനകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ സ്വയം അപമാനിതരാകേണ്ടി വരുന്നൊരവസ്ഥ. കോൺഗ്രസ് എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് എനിക്കറിയില്ല, ഇതിനു മുമ്പും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള വാർത്തകൾ, അത്തരം പല ഘട്ടത്തിലും അങ്ങനെയുള്ള ആളുകളോട് എടുത്തിട്ടുള്ള സമീപനങ്ങൾ നൈനാസാനിയുടെ കാലം തൊട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് കോൺഗ്രസ് അതിനകത്ത് നിലപാടെടുത്തത്. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു നിലപാട്, അതിശക്തമായി അപലപിക്കുന്ന, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന അത്തരം നിലപാടുകൾ വന്നാൽ സന്തോഷം. പക്ഷേ ഇതുവരെയുള്ളൊരു ചരിത്രം വെച്ചിട്ട് അങ്ങനെയൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, വലതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെയൊന്നും അത്ര ഗൗരവത്തിലെടുക്കുകയോ അതിനെ നിശിതമായി വിമർശിക്കുകയോ കഠിനമായ നിലപാടെടുക്കുകയോ ഒന്നും ചെയ്യുന്നത് ഇതേവരെ കണ്ടിട്ടില്ല. അതിൻ്റെ തുടർച്ച തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള സംരക്ഷണവും കോൺഗ്രസിനകത്തു നിന്ന് അത്ര നല്ല സംരക്ഷണം കിട്ടുന്നതുകൊണ്ടാണ് ഇപ്പോഴും ആ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനകത്ത് അതിശക്തമായി നിന്നിട്ടുള്ള ഷഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ തള്ളിപ്പറയാൻ സന്നദ്ധമായിട്ടില്ലല്ലോ. ഇപ്പോഴും ആ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള സംവിധാനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചുറ്റിലും ഉണ്ടെന്ന് അയാൾക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ നാട്ടിൽ ഇറങ്ങി നടക്കാൻ വേണ്ടി കഴിയുന്നത്. സാധാരണഗതിയിലാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുമോ? ഇത്രയും വലിയ തോന്നിയാസം നടത്തിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നിയമത്തിൻ്റെ മുന്നിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ്. നിയമത്തിന് മുന്നിലേക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഈ വിഷയങ്ങൾക്കകത്തുണ്ടായിരുന്ന ഒരു പരിമിതി എന്ന് പറയുന്നത് മറുഭാഗത്തുള്ളത് വളരെ പ്രബലനായിട്ടുള്ള രാഷ്ട്രീയമായിട്ടും പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയുന്ന ഒരാളായതുകൊണ്ട് തന്നെ പരാതിയുമായിട്ട് മുന്നോട്ട് വരാൻ സ്ത്രീകൾ മടിച്ചു എന്നുള്ളതാണ്. അവരുടെ വ്യക്തിജീവിതത്തെപ്പറ്റി, അവരുടെ തുടർ ജീവിതത്തെപ്പറ്റിയുള്ള ആശങ്കകളും പല രീതിയിൽ അവർ അകപ്പെട്ടിരിക്കുന്നൊരു വളരെ വൾണറബിളായിട്ടുള്ളൊരു പൊസിഷനിൽ നിന്ന് അവർ പരാതിക്കാരികളായിട്ട് മാറാൻ അവർക്ക് സാധിക്കാതെ പോയി എന്നുള്ളതാണ്. ഈ കേസിലെങ്കിലും അത് സാധിക്കുമെന്നും അതിനകത്ത് കർശനമായിട്ടുള്ള നിലപാടുണ്ടാകുമെന്നും നിയമ നടപടികളുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു റിലേഷൻഷിപ്പിനകത്ത് സ്വാഭാവികമായി സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് അതിനെ ഉൾപ്പെടെ പിന്തുണയ്ക്കാൻ ആളുകൾ വരുന്ന സമയത്ത് സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ഏറ്റവും മഹത്തായ രീതിയിലേക്ക് ഉണ്ടാവേണ്ടുന്ന ഒരു പ്രണയമെന്ന് പറയുന്നൊരു സംവിധാനത്തേക്ക് ഇത്രയും വക്രീകരിച്ച് വഷളാക്കി മനുഷ്യരുടെ മുന്നിൽ പറയാൻ പോലും പറ്റാതെ തലകുനിച്ച് നിൽക്കേണ്ടുന്ന ഒന്നാക്കിയിട്ട് അതിനെ മാറ്റുന്ന സമയത്ത് ഇനി അതൊരു ഏത് രീതിയിലുള്ള ബന്ധമാണ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ആ നിലയ്ക്ക് അതിങ്ങനെ ഇത്രയും വി പി മൂസഫ് ഉൾപ്പെടെ പറഞ്ഞതുപോലുള്ളൊരു നമുക്കത് സംസാരിക്കാൻ പോലും താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് നിന്നുകൊണ്ട് ആ വിഷയം ചീഞ്ഞളിഞ്ഞ് നിൽക്കുന്നൊരു ഘട്ടത്തിൽ ഇതിനകത്തൊരു ക്രൈം ഉണ്ടെങ്കിൽ നിശ്ചയമായും പോലീസ് ആക്ട് ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ആ ക്രൈം പുറത്തു വരണം. പല രീതിയിലും ഒരു കൺസെൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു ലൈംഗിക ബന്ധത്തിലേക്ക്, പവർ ഉപയോഗിച്ച് മാനിപ്പുലേറ്റീവായിരുന്നു അത്, പല രീതിയിൽ ഫോർജ്ഡ് ഉണ്ടാക്കിയിട്ടുള്ള വിവാഹ വാഗ്ദാനം നൽകിയിട്ടുള്ള കൺസെൻറ്റാണോ അത്. ഇപ്പോൾ ഈ കൺസെൻറ്റിനെ തന്നെ വായിക്കുമ്പോൾ അവർ തമ്മിൽ ഉണ്ടായ ഒരു പരസ്പര സമ്മതപ്രകാരമല്ലേ എന്നുള്ളതാണ്. കൺസെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് പവർ ഹൈറാർക്കിയിൽ മുകളിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്നും എപ്പോഴും എങ്ങനെയും സാധിക്കുന്ന ഒന്നാണ്. ആ കൺസെൻറ്റിനെ ആഴത്തിൽ പരിശോധിക്കുമ്പോഴാണ് അത് എങ്ങനെ ഉണ്ടാക്കിയ കൺസെൻറ്റാണ്, അത് മാനിപ്പുലേറ്റഡ് ആയിരുന്നോ, അത് ഫോർജ്ഡ് ആയിരുന്നോ, അങ്ങനെ വരുന്ന സമയത്ത് അത് കൺസെൻറ്റ് അല്ല, മാനിപ്പുലേറ്റഡ് കൺസെൻറ്റ് അല്ല, ഫോർജ്ഡ് കൺസെൻറ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ കൺസെൻറ്റ് ഇല്ലാത്ത
ഇല്ലാത്തതാണെങ്കിൽ ഇത് റേപ്പാണ് എന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായിട്ടുള്ള നിയമത്തിൻ്റെ പക്ഷത്തു നിന്നുള്ള വായനയുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് റേപ്പ് പോലുള്ളൊരു ഏറ്റവും കൂടിയ കുറ്റകൃത്യം നടക്കുന്നു, മറുഭാഗത്ത് അതിനെ തുടർന്ന് കൺസീവ് ചെയ്തിട്ടുള്ള പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീയോട് നിർബന്ധപൂർവ്വം അബോർഷനെക്കുറിച്ച് പറയുന്നു. സെക്ഷൻ 89 BNS പറയുന്നത് 10 വർഷം വരെ കഠിന തടവ് ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. അങ്ങനെ വലിയ 2 കുറ്റകൃത്യങ്ങളിൽ ഒരു ഭാഗത്ത് നടക്കുന്നു. അത് ഒരു സ്ത്രീയോട് മാത്രമല്ല, പല സ്ത്രീകളോട് ആവർത്തിച്ച് ചെയ്തതിൻ്റെ പല രീതിയിലുള്ള തെളിവുകൾ പുറത്തു വരുന്ന സമയത്തും അങ്ങനെ ഒരാൾക്ക് കേരളീയ സമൂഹത്തിൽ ഇപ്പോഴും തലയുയർത്തി തന്നെ നടക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഇടപെടുന്ന മനുഷ്യരെന്നുള്ള നിലയ്ക്ക് നമുക്കൊക്കെ വലിയ പ്രയാസമുണ്ട്. നേരത്തെ ഡോക്ടർ VPP മുസ്തഫ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ, പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളെ എങ്ങനെയാണ് പുതിയ തലമുറ കാണുക എന്നുള്ളത് പറഞ്ഞു. പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കൂ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനകത്ത് പകുതിയിലധികം സ്ത്രീകൾ മത്സരിക്കുന്ന ഒരു കേരളത്തിനകത്താണ് ഒരു സ്ത്രീയോട് ഈ നിലയ്ക്ക് ജനപ്രതിനിധി പെരുമാറിയിട്ടുള്ളത്. ഒരു സ്ത്രീയോടല്ല, പല സ്ത്രീകളോട്. അങ്ങനെ സ്ത്രീകൾ, പൊതുപ്രവർത്തകരായി വരുന്ന സ്ത്രീകൾ, സമൂഹത്തിൽ ഇടപെടുന്ന സ്ത്രീകൾ, ജോലിയുടെ ഭാഗമായിട്ട്, മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പല നിലയ്ക്ക് ജനപ്രതിനിധികളായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾ, അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു ജനപ്രതിനിധി കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എത്രമാത്രം അപമാനകരമാണ്. അത് പൊതുസമൂഹത്തിൽ ഇടപെടുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഭീതിജനകമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഉണ്ടാക്കുന്നത്. അതിനെയൊക്കെ എങ്ങനെയാണ് ഈ കാലത്ത് ഇങ്ങനെയൊരു ക്രൈം നടക്കുന്നു, ഇങ്ങനെയൊരു ജനപ്രതിനിധി ഉണ്ടാകുന്നു, ഇതിനെയൊക്കെ എങ്ങനെയാണ് വരും കാലം വായിക്കാൻ വേണ്ടി പോകുന്നത്? അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ ജീവിക്കുന്നൊരു സാധാരണ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെയൊരു കേരളത്തിൽ ജീവിക്കേണ്ടി വരുന്നത് എത്രമാത്രം അപമാനകരമാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരാളെ സമൂഹത്തിൽ എക്സ്പോസ് ചെയ്യാനും മാതൃകാപരമായിട്ട് ഇങ്ങനെയൊരു രാഹുൽ മാങ്കൂട്ടം പോലെ ഒരുത്തൻ ഇനി ഇല്ലാതിരിക്കാൻ എന്താണ് ചെയ്യാൻ വേണ്ടി കഴിയുക എന്നുള്ളതിനെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിനതീതമായിക്കൊണ്ട് രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്ന പൊതുപ്രവർത്തകർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് ആലോചിക്കണം. നമ്മളും രാഷ്ട്രീയ പ്രവർത്തകരാണെന്ന് സാധാരണക്കാരോട് പറയുമ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയോ എന്നുള്ളൊരു മറുചോദ്യത്തെ മറികടക്കാൻ എന്താണ് വഴി എന്നുള്ളത് ഒറ്റക്കെട്ടായിട്ട് ആലോചിക്കണം. ഇന്ന് കെ മുരളീധരൻ പറഞ്ഞ വാക്കുകൾ ഉൾപ്പെടെ ആലോചിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അപജയം രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന സമയത്ത് ഇത്രയും ചീഞ്ഞു നാറുന്നൊരവസ്ഥയിലേക്ക് രാഷ്ട്രീയത്തിനകത്ത് നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ എല്ലാ മണി, പവർ, മാനിപ്പുലേഷൻ ഉപയോഗിച്ച് നിലനിൽക്കുന്ന സമയത്ത് അങ്ങനെ നിലനിൽക്കാൻ കേരളം പോലുള്ളൊരിടം സമ്മതിക്കില്ല എന്ന് പറയാൻ സാധിക്കും വിധം എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരുത്തനെ കേരളം കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി നമ്മളെല്ലാവരും കൂട്ടായിട്ട് ആലോചിക്കേണ്ടതാണ്. അങ്ങനെയൊരു ആൾ, അങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാവരുതെന്നുള്ളതാണ്. അതല്ലെങ്കിൽ മറിച്ച് ഇത്തരം കാര്യങ്ങൾ ഇനിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സോഷ്യൽ മീഡിയയുടെ സ്വാധീനം, ഈ ഇത്തരം മണി പവറും മസിൽ പവറും ഉപയോഗിച്ചുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുകൾ ഉള്ള ഒരുപാട് ആളുകൾ ഇനിയും കൂണുപോലെ വളർന്നു വരും ചുറ്റിലും. അവർക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും. ശ്രീ ബി റജി, ഇപ്പോൾ ആതിര സംസാരിക്കുന്നതിനിടയ്ക്ക് ഈ ചീഞ്ഞു നാറിയ അവസ്ഥയിലേക്ക് ഇത് മാറി എന്നുള്ളത് 2 or 3 തവണ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ ചുമക്കുകയാണ് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെക്കുറിച്ച് ഒരു ചോദ്യവുമില്ല, അദ്ദേഹത്തിന്റെ നിലപാടുകളെ കുറിച്ചുള്ളതല്ല. പക്ഷേ അവിടെ ആർജവമുള്ളൊരു നിലപാട് സ്വീകരിക്കേണ്ടത് കോൺഗ്രസ് ആണ്. പുറത്താക്കി അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തു എന്നൊരു ഒറ്റ വരി വാർത്താ സമ്മേളനത്തിനപ്പുറം പിന്നീട് കോൺഗ്രസ് ആ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടാണ് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത്. ഇന്നിപ്പോൾ ഇത്ര വലിയ വിഷയങ്ങൾ നടക്കുന്നു. കെ മുരളീധരൻ മാത്രമാണ് അല്പമെങ്കിലും ഈ വിഷയത്തിൽ സംസാരിക്കാൻ തയ്യാറാകുന്നത്. കെ മുരളീധരൻ കേസിലേക്ക് പോയാൽ, സർക്കാർ നിലപാട് സ്വീകരിച്ചാൽ പാർട്ടി അതിശക്തമായി നിലപാട് സ്വീകരിക്കുമെന്നൊരു പ്രസ്താവന നടത്തിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയാണ്. അതായത് നേതൃത്വത്തോട് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളി നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. മുൻപ് നിയമസഭാ സമ്മേളനത്തിന്റെ സമയത്ത് ആദ്യ ദിവസത്തെ കാഴ്ചകൾ താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അന്ന് VD സതീശനോടായിരുന്നു ഇതേ വെല്ലുവിളി. അപ്പോൾ ഈ നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് എങ്ങനെ തുടരാനാകുന്നു എന്നുള്ളതാണ് റജി ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. മുരളീധരനെ കുറിച്ച് നമ്മൾ ആവർത്തിച്ച് കോട്ട് ചെയ്യുന്നുണ്ട്. ഈ മുരളീധരന് പാർട്ടി നടപടി നേരിട്ട് പുറത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ടല്ലേ, താങ്കൾക്കറിയാമല്ലോ അത്. ആ സമയത്ത് മുരളീധരനെ കിട്ടിയിട്ടില്ല ഈ നിലയിലൊരു പ്രിവിലേജ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനകത്ത്. അതില്ലാത്ത, മുരളീധരൻ ഇല്ലാത്ത പ്രിവിലേജ് എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഉണ്ടാകുന്നു? കേസിനെ സമീകരിച്ചതല്ല കേട്ടോ, ഞാൻ നടപടിയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. നോക്കൂ ആസിദ, ഇവിടെ
സാമൂഹ്യ പ്രവർത്തക അഡ്വക്കേറ്റ് ആതിര പറഞ്ഞതിൽ തന്നെ ഇതിൻ്റെ എല്ലാം ഉത്തരം അടങ്ങിയിട്ടുണ്ട്. അതായത് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ ഘട്ടത്തിലാണ്. ആ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും ആർക്കാണ്? ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാരിനാണ്. അപ്പോൾ ആ ചുമതല, ആ ഉത്തരവാദിത്വം അവർ നിർവഹിക്കാതെ സെലക്റ്റീവായിട്ട് ചില കാര്യങ്ങൾ ലീക്ക് ചെയ്ത് പൊതുമധ്യത്തിൽ ചില ചർച്ചകൾക്ക് വഴിമരുന്നിടുന്നു. അതല്ലേ ഇവിടെ സത്യത്തിൽ നടക്കുന്നത്? ഇവിടെ നോക്കൂ, ബഹുമാന്യായ അഡ്വക്കേറ്റ് ആതിരയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, ഈ നമ്മൾ ഒരു രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ഒരാൾക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ അതിന് രാഷ്ട്രീയ എതിരാളിയുടെ ഭാഗത്തുണ്ടായതാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് അത് വലിയ മഹാസംഭവമായിട്ട് കാണുമ്പോൾ സ്വന്തം അണികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകളെ കൂടി അങ്ങ് ഇതേ രീതിയിൽ വിമർശിക്കുവാൻ തയ്യാറാവണം. ഇവിടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ പി ഹരീന്ദ്രൻ, BJPയുടെ ഒരു നേതാവ്, ഒരു അധ്യാപകൻ ഒരു പോക്സോ കേസിലെ ശിക്ഷിക്കപ്പെട്ടപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് സംസാരിച്ചത് നമ്മൾ ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഫസ്റ്റ് പേജിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതുപോലെ ഒരു MLA, കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ഒരു MLA ഇന്ന് കേരള നിയമസഭയിൽ MLA ആയി അങ്ങയുടെ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നുണ്ട്. അതങ്ങ് മനസ്സിലാക്കണം. അതുപോലെ എത്രയോ ആരോപണ വിധേയവരെ, ഞാൻ അവരുടെ ഒന്നും പേര് പറയുന്നില്ല, അവരൊക്കെ നിൽക്കുമ്പോൾ അങ്ങ് ഈ കാട്ടിയ അതേ രീതിയിലുള്ള ധാർമ്മികത ആ കാര്യത്തിലും എടുക്കണം. ഞാൻ ആരെയെങ്കിലും ന്യായീകരിക്കാനല്ല ഈ ശ്രമിക്കുന്നത്. ആര് തെറ്റ് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടണം, അവർ നിയമത്തിൻ്റെ മുമ്പിൽ പെടണം. പക്ഷേ ഇന്നലെ ബഹുമാന്യനായ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ, കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, നമ്മൾ ഒരാളെ കുറ്റവാളിയാക്കുമ്പോൾ അതായത് കുറ്റം തെളിയിക്കണം. ഇന്നലെ വളരെ വ്യക്തമായിട്ട്, കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അക്കാര്യം പറഞ്ഞതാണ്. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഇപ്പോൾ കേരള പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെതിരെ വരുന്ന ഒരു ആദ്യത്തെ ഒരു ലൈംഗിക ആരോപണമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിൽ എല്ലാ കോണുകളിൽ നിന്നും വലിയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉയർന്നത് ഇപ്പോൾ താങ്കൾ തന്നെ ഉപയോഗിച്ച വാക്കില്ലേ, തെളിയിക്കപ്പെടണം. ഇവിടെ തെളിയിക്കപ്പെടേണ്ടതിന്റെ ആവശ്യമുണ്ടോ ബി റജീദ? തെളിവുകൾ നമ്മളോട് സംസാരിക്കുകയാണ്. ഇത്രയും ക്രൂരമായ നിലയിൽ അയാൾ ഇടപെട്ടു എന്നുള്ളത്. അപ്പോൾ ആ തെളിവുകളെ കുറിച്ചാണ് ചോദ്യം. ആ വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണം അവിടെ നിൽക്കട്ടെ, സർക്കാർ എടുക്കുന്ന നിലപാട് അവിടെ നിൽക്കട്ടെ, അതിൽ പരാതിക്കാരുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. അതിനൊക്കെ അപ്പുറം മാതൃകാപരമായ നിലപാട് സ്വീകരിക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്തമില്ലേ എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, ആതിരയോട് താങ്കൾക്ക് രാഷ്ട്രീയമായ ചോദ്യം മറച്ചു ചോദിക്കാം, VPP മുസ്തഫയോട് താങ്കൾക്ക് ചില പേരുകൾ നിർത്തി മറുചോദ്യം ചോദിക്കാം. പക്ഷെ അതിനപ്പുറം സമൂഹം, നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. അത് മറ്റുള്ള പേരുകൾ നിർത്തിയല്ല, കോൺഗ്രസിന് വോട്ട് ചെയ്ത ജനങ്ങൾ ചോദിക്കുന്നു, കോൺഗ്രസിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള വിശ്വാസ്യത എങ്ങനെ ഞങ്ങൾ നിലനിർത്തണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ആ ജനങ്ങളോടും ഇതേ പേരുകൾ പറയുമോ? നോക്കൂ അസിത, കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാത്ത ഒരാളെ സംബന്ധിച്ചാണ് അസിത ഈ ചോദ്യങ്ങളെല്ലാം എന്നോട് ചോദിക്കുന്നത്. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആളിൻ്റെ ഏതെങ്കിലും ചെയ്തികളെ സംബന്ധിച്ച് ഞാൻ ന്യായീകരിക്കാതിരിക്കുകയോ ചെയ്യുന്ന, അല്ലാതെ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ്. ഇതിനെ കോൺഗ്രസുമായി പുറത്ത് നിർത്തി എന്ന് പറയുന്ന ആൾ, നമ്മൾ കഴിഞ്ഞ ദിവസം വരെ അങ്ങനെയൊക്കെ കരുതി, പൊതുവേദിയിലൊക്കെ കണ്ടപ്പോഴും കരുതി. പക്ഷെ അതില്ല എന്നുള്ളത് പറഞ്ഞത് VK ശ്രീകണ്ഠൻ എന്ന MP ആണ്. വാർത്താ സമ്മേളനം വിളിച്ചാണ് പറയുന്നത്. ഞാനൊരു കാര്യം, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദ മാഷ് എന്നെ അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഒരാളെ കുറ്റം ആരോപിക്കുകയല്ല, അത് നീതിന്യായപരമായിട്ട് അത് തെളിയിക്കപ്പെടുമ്പോഴാണ് അയാൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതെന്ന് ഈ പത്മകുമാറിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസമല്ലേ അദ്ദേഹം സൂചിപ്പിച്ചത്. ഞാൻ ഇത് പറയുന്നത് ഞാൻ ആരെങ്കിലും ന്യായീകരിക്കാൻ വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇത് നമ്മൾ ജനറലായിട്ടൊരു വ്യൂ എടുക്കുമ്പോൾ തെറ്റ് ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അത് തെറ്റ് തന്നെയാണ്. ധാർമ്മിക അധപ്പതനം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അത് ധാർമ്മിക അധപ്പതനമാണ്. നിയമപരമായിട്ട് നടപടി സ്വീകരിക്കേണ്ട ഘട്ടത്തിൽ അത് സ്വീകരിക്കാൻ തയ്യാറാവണം. അതല്ലാതെ നിയമത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു സെലക്റ്റീവായിട്ട് ലീക്ക് നടത്തി ഒരു നാട്ടിൽ ഒരു ചർച്ചാ വിഷയമാക്കി ഒരു പൊതു പ്രാധാന്യമുള്ള അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ CPM കാലാകാലങ്ങളിൽ നടത്തുന്ന ശ്രമങ്ങളുടെ ഒരു ആ ശ്രേണിയിൽ വരുന്ന ഒന്നായിട്ട് മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ കഴിയൂ. കാരണം എന്താണ്? ഇവിടെ നടപടി സ്വീകരിക്കേണ്ടത് ആരാണ്? ഇവിടുത്തെ ഭരണകൂടമാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് സംവിധാനമാണ്. അവരതിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആദ്യഘട്ടത്തിൽ ബഹുമാന്യനായ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ, ആരെങ്കിലും പരാതിക്കാരുണ്ടെങ്കിൽ അവർക്കെല്ലാം സംരക്ഷണവും നൽകാമെന്ന്. അതുമാത്രമല്ല, അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഈ പരാതിയുമായിട്ട് ആരെങ്കിലും വന്നാൽ അവർക്കെല്ലാ സംരക്ഷണവും ഒരുക്കുമെന്ന്. അപ്പോൾ എന്തുകൊണ്ട് അത്തരത്തിൽ ഒരു നിയമ നടപടികളിലേക്ക് പോകുന്നില്ല? അങ്ങനെ ഒരു ഘട്ടം വരികയാണെങ്കിൽ പാർട്ടിയും അത് സംബന്ധിച്ചുള്ള നടപടികൾ അതിനെ സംബന്ധിച്ച് ആലോചിക്കുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ പാർട്ടിയിലില്ലാത്ത, പാർട്ടിയുടെ ഭാഗമല്ലാത്ത ഒരാളെക്കുറിച്ചാണ്
ഇത്തരത്തിലുള്ളൊരു ചർച്ചയ്ക്ക് ഇടയാക്കത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നിയമ നടപടികളിലേക്ക് കടക്കുക, നിയമപരമായിട്ട് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ശിക്ഷിക്കുക. അതിൽ ആർക്കെങ്കിലും, കേരള സമൂഹത്തിൽ ആർക്കെങ്കിലും അതിൽ തർക്കമുണ്ടോ? കേരളീയ സമൂഹം നല്ല രീതിയിൽ നമ്മുടെ ബൗദ്ധിക നിലവാരം അനുസരിച്ച്, നമ്മുടെ കേരളത്തിൻ്റെ സാക്ഷരത നിലവാരം അനുസരിച്ച് പ്രബുദ്ധ കേരളത്തിൽ നല്ല രീതിയിൽ ധാർമ്മികമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഈ പാനലിലിരിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത്, കേരള ജനത ആഗ്രഹിക്കുന്നത്. അതിനാരെങ്കിലും തടസ്സം നിൽക്കുന്നു എന്ന് കരുതുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാതെ രാഷ്ട്രീയ പ്രതിയോഗി, അയാൾ കോൺഗ്രസിൻ്റെ ലേബലിൽ ജയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു വിഷയത്തെ സെലക്റ്റീവായി എടുത്തുകൊണ്ട് അയാളെ ക്രൂശിക്കുകയും അതുവഴി കോൺഗ്രസിനെ പ്രതികൂട്ടിലാക്കുവാനും നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമാണെന്നല്ലേ നമുക്ക് സംശയിക്കേണ്ടത്. ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, ഈ വിഷയത്തിൽ കോൺഗ്രസിന് ആർജവത്തോടെ ഒരു നിലപാടെടുക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഈ ഓഡിയോ സംഭാഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ കോൺഗ്രസ് അതിൽ മറുപടി പറയേണ്ട ആവശ്യം തന്നെ വരില്ലായിരുന്നു. അതെടുക്കാൻ സാധിക്കാത്തതാണ് പ്രശ്നം. VP മുസ്തഫ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരുപാട് നേതാക്കൾ ഇതിനു മുൻപ്, മുരളീധരൻ അടക്കം ഒരുപാട് നേതാക്കൾ കോൺഗ്രസിന്റെ നടപടികൾ നേരിട്ടിട്ടുള്ളവരാണ്. ഇവിടെ ഇപ്പോൾ നോക്കൂ, ബി റജി പറയുന്നത് പുറത്താക്കിയ ആളാണ്. അത് അന്നത്തെ ഒരു വാർത്താ സമ്മേളനത്തിലെ ഒരു വരി മാത്രമാണ്. അതിനപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. കോൺഗ്രസ് മാറി നിൽക്കുന്നിടത്ത് മുസ്ലിം ലീഗ് വേദിയൊരുക്കും, മുസ്ലിം ലീഗ് മാറി നിൽക്കുന്നിടത്ത് കോൺഗ്രസ് വേദിയൊരുക്കും. അപ്പോൾ ആ നിലയിൽ വീണ്ടും സജീവമാക്കി കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് വീണ്ടും ഒരു ഓഡിയോ സംഭാഷണം പുറത്തു വരുന്നത്. കൂടുതൽ പ്രതിരോധത്തിലാകുന്നു. അപ്പോൾ ഇതാ പറയുന്നു, പാർട്ടിക്ക് പുറത്താണല്ലോ, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്ന്. ഇതിന് പിന്നാലെ, ഈ വിവാദത്തിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ്. വീടുകൾ തോറും പ്രചാരണത്തിനായി കയറിയിറങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ആളാണ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ചു പോകുന്നത്. അപ്പോൾ കോൺഗ്രസിന് പോലും ഭയക്കുന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ വളർന്നു കോൺഗ്രസിനുള്ളിൽ എന്നൊരു സംശയം കൂടി ഉണ്ടാകുകയല്ലേ ചുരുങ്ങിയ കാലം കൊണ്ട്? അസിത, ഞാൻ നേരത്തെ കരുതിയത് ശ്രീ റജി കോൺഗ്രസ് സഹയാത്രിക മാത്രമാണ്. അതുകൊണ്ട് ഈ വർത്തമാനകാലത്തെ കേരളത്തിലെ കോൺഗ്രസിന്റെ ജീർണത അദ്ദേഹത്തെ ബാധിക്കില്ല. അദ്ദേഹം നേരത്തെ പറഞ്ഞ 140 വർഷത്തെ പാരമ്പര്യമുള്ള കോൺഗ്രസിന്റെ ഒരു ധാർമ്മികതയൊക്കെ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ഗാന്ധിയൻ കോൺഗ്രസ് ആയിരിക്കും എന്നാണ്. പക്ഷെ ഇവിടെ ഈ രണ്ടാം റൗണ്ടിൽ അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ കേട്ടപ്പോൾ കോൺഗ്രസിന്റെ വേറെ വക്താവ് ഇന്ന് ചർച്ചയ്ക്ക് വരേണ്ട ഒരു കാര്യമില്ല. ഇതുപോലുള്ള ആളുകൾ വന്നാൽ മതി. കാരണം ചാണകത്തോട് ചേർന്ന് നിൽക്കുന്ന ചാണകം ആയി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എന്തൊരു അധപ്പതനമാണ് ശ്രീ റജി താങ്കളുടെ വാദങ്ങൾ. ഇവിടെ താങ്കൾ പറഞ്ഞു പാനൂര് ഏതോ ഒരു പോക്സോ കേസിലെ പ്രതിയെ ന്യായീകരിച്ച് CPM-ന്റെ നേതാവ് പ്രസംഗിച്ചു. താങ്കൾ ആ പ്രസംഗത്തിന്റെ വീഡിയോ തികച്ചും കേട്ടോ? അതല്ല, വാട്സപ്പിൽ നിന്ന് ലഭിക്കുന്ന താങ്കൾ ഇവിടെ പറഞ്ഞതുപോലെ ചില ഭാഗങ്ങൾ മാത്രം ലീക്കാക്കിയിട്ട് പ്രത്യേക ഉദ്ദേശത്തോടു കൂടി പ്രചരിപ്പിച്ച ഒരു സാധനം മാത്രം കേട്ടിട്ടാണോ താങ്കൾ ഈ നിലപാട് പറയുന്നത്? താങ്കൾ സഖാവ് ഹരീന്ദ്രന്റെ ആ പ്രസംഗം മുഴുവൻ കേൾക്കും, എന്നിട്ട് പറയൂ അങ്ങനെ ഈ പോക്സോ കേസിലെ പ്രതിയെ ന്യായീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചതെന്ന്. നമുക്ക് അതിൽ തർക്കിക്കാം. ആ പ്രസംഗം കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയല്ല, അവിടെ ഈ വിഷയത്തെ, പാനൂരിലെ ആ വിഷയത്തെ എങ്ങനെയാണ് മുസ്ലിം മതമൗലികവാദ സംഘടനയുടെ ആളുകൾ, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി, അതിന്റെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, അതിനെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചത്. അത് വിശദീകരിക്കുമ്പോഴാണ് അദ്ദേഹം ആ കാര്യം ഉദാഹരിച്ച് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ആ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നിലപാട് തന്നെയാണ് ഗവൺമെന്റ് ഉൾപ്പെടെ എടുത്തത്. താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ പോലീസ് അന്വേഷിക്കുന്നു. കേരളത്തിൽ താങ്കൾ പറയുന്ന ആ പിണറായിയുടെ പോലീസാണ് പാലത്തായി കേസ് അന്വേഷിച്ചതെന്ന്. ആ പോലീസ് അന്വേഷിച്ചിട്ടാണ് ഇപ്പോ BJP-കാരനായ RSS-കാരനായ അധ്യാപകൻ മരണം വരെയുള്ള ജീവപര്യന്തം തടവ് കോടതിയെ കൊണ്ട് അങ്ങനെ തന്നെ വിധി എഴുതിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ആ കേസ് കോടതിയിൽ പ്രോസിക്യൂഷനെ വെച്ച് നടത്തിപ്പിക്കാൻ കേരളത്തിലെ സർക്കാരിന്, ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു കേസ് നടത്തി പ്രതിയെ ജയിലിലിട്ട് വലിയ ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ നേതാവ് ന്യായീകരിച്ചെന്നൊക്കെ പറഞ്ഞാൽ അത് കേൾക്കില്ല. രണ്ട്, താങ്കൾ പറയുന്നത് എന്താ, ഗോവിന്ദൻ മാഷ് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ എന്താ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിലപാട്? KPCC പ്രസിഡന്റ് എന്ന് പറയുന്നത് പോലെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. അയ്യോ ഞാൻ അറിഞ്ഞിട്ടില്ല, എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല, അങ്ങനെ പറഞ്ഞോ? എന്താ പറഞ്ഞത്? തുടക്കം മുതൽ ഉപ്പ് തിന്നവരുണ്ടെങ്കിൽ വെള്ളം കുടിപ്പിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങോട്ട് ശബരിമലയുടെ കാര്യത്തിൽ തട്ടിപ്പ് നടത്തിയ ഏത് ഉന്നതനായാലും രക്ഷപ്പെടില്ല. ഈ SIT എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം CBI അല്ലല്ലോ, കേന്ദ്ര ഏജൻസികളല്ലല്ലോ, കേരളത്തിലെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസല്ലേ? അവര് തന്നെയല്ലേ അന്വേഷണം നടത്തിയിട്ട് നടപടി എടുത്തിരിക്കുന്നത്. ഞങ്ങൾ എന്തെങ്കിലും തടസ്സം പറഞ്ഞോ?
ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കാൻ ശ്രമിച്ചോ? ഏതെങ്കിലും പാർട്ടി നേതാവ് അതിനെ ന്യായീകരിച്ചോ? ഇല്ലല്ലോ. ഞങ്ങൾ അറിഞ്ഞില്ല, കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വേറെ ഒന്നുമില്ലല്ലോ. കൃത്യമാണ് നിലപാടതിൽ, ഒരു സംശയവുമില്ലല്ലോ. എന്നാൽ ഇവിടെ അതുപോലെ ന്യായീകരിക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നാണോ ഈ വിഷയത്തിൽ റജിയുടെ ന്യായം? നമ്മുടെ മുന്നിൽ ഒരു പെൺകുട്ടി വന്ന്, ഒരു പെൺകുട്ടിയാണോ റജി പറഞ്ഞത്? ഇതിപ്പോ ഒരു പെൺകുട്ടിയുടെ വോയിസ് ക്ലിപ്പ് വന്നു, മറ്റൊരു പെൺകുട്ടി ജീവനോടെ പറഞ്ഞില്ലേ? പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ അയൽക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി, കോൺഗ്രസിന്റെ പല വേദികളിലും എത്തുന്ന ഒരു നടി കൂടിയായിട്ടുള്ള യുവതി വന്ന് നേരിട്ട് നമ്മളോട് പറഞ്ഞില്ലേ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ യുവ കോൺഗ്രസ് നേതാവിൽ നിന്ന് തനിക്കുണ്ടായ അനുഭവങ്ങൾ, നിങ്ങൾ എന്ത് നിലപാടെടുത്തു, എന്ത് നടപടിയെടുത്തു? അന്ന് അദ്ദേഹത്തെ പടിയടച്ച് പിണ്ടം വെക്കേണ്ടതല്ലേ കോൺഗ്രസിൽ നിന്ന്? ഈ കേസിൽ ശരി, താങ്കൾ പറയുന്നത് പോലെ ആ യുവതി നേരിട്ട് വന്നിട്ടില്ല, അവരുടെ ശബ്ദം ഇതേ വന്നിട്ടുള്ളൂ. പക്ഷേ ഒരു യുവതി പറഞ്ഞല്ലോ, നേരിട്ട് വന്ന് പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ 3 വർഷം മുമ്പ്, ഇപ്പോഴൊന്നുമല്ല, 3 വർഷം മുമ്പേ പ്രതിപക്ഷ നേതാവിനോട് പോയി പറഞ്ഞതാണ്. കാരണം തന്റെ അയൽക്കാരനാണ്, കോൺഗ്രസിന്റെ നേതാവാണ്. വി.ഡി. സതീശനും അത് അഡ്മിറ്റ് ചെയ്തല്ലോ. എന്നോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മകളെ പോലെ കരുതിയിട്ടാണ് ഞാൻ ആ വിഷയത്തിൽ രാഹുലിനോട് സംസാരിച്ചത് എന്നുൾപ്പെടെ പറഞ്ഞില്ലേ? നിങ്ങൾ എന്ത് നിലപാടെടുത്തു, എന്ത് നടപടിയെടുത്തു? അവര് പോലീസിൽ പരാതി കൊടുക്കുന്ന കേട്ടെ. ഈ പൊതു സമൂഹത്തോട് മുഴുവൻ, റജി ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാർ ഉൾപ്പെടെയുള്ള ആളുകളോട് ഒരു യുവ നടിയും കോൺഗ്രസുകാരിയുമായിട്ടുള്ള ഒരു യുവതി വന്ന് കാര്യങ്ങൾ പറഞ്ഞതല്ലേ? അങ്ങനെ എത്ര സംഭവങ്ങൾ, ഒന്നല്ലല്ലോ, ഈ ഒരു സംഗതിയല്ലല്ലോ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് നിലപാടാണ് എടുക്കുന്നത്? ഇവിടെ അസിത ചൂണ്ടിക്കാണിച്ചത് വളരെ കൃത്യമല്ലേ? അത് റജിക്കും അറിയുന്നതല്ലേ? നിങ്ങൾ പുറത്താക്കിയ ഒരാളാണെങ്കിൽ, പാർട്ടിയുമായിട്ട് ഒരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരാളാണെങ്കിൽ, എങ്ങനെ പാലക്കാട് ഇപ്പോ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർണയിക്കാനുള്ള കമ്മിറ്റി യോഗങ്ങളിൽ പോലും അദ്ദേഹം പങ്കെടുക്കുകയല്ലേ? നിങ്ങൾ പുറത്തു നിർത്തിയ അലങ്കരിയ UDF-ന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നത് റജി, നിങ്ങൾ പറയണ്ടേ? എങ്ങനെയാണ് പങ്കെടുക്കാൻ പറ്റുന്നത്? നിങ്ങളുടെ പാർട്ടിയുമായിട്ട് അദ്ദേഹത്തിന് ഇപ്പം ബന്ധമില്ലെങ്കിൽ എങ്ങനെയാണ്? ഇന്നും അദ്ദേഹം ഇവിടെ ആതിരെ ചൂണ്ടിക്കാണിച്ചല്ലോ, ഇന്നും ഈ സംഭവത്തിന് ശേഷം മുരളീധരനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഇപ്പോ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതെന്താ? അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി, UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങുന്ന ദൃശ്യങ്ങളല്ലേ? നിങ്ങളുടെ പാർട്ടിയുമായിട്ട് കോൺഗ്രസുമായിട്ട് ബന്ധമില്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്? അപ്പൊ അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ് അല്ലേ? അദ്ദേഹം ഇപ്പോഴും നിങ്ങളുടെ പാർട്ടിയിൽ നിൽക്കുകയല്ലേ? നീ ഇവിടെ കയറണ്ട എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയാത്ത എന്തുകൊണ്ട്? അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത എന്തുകൊണ്ട്? അപ്പൊ നിങ്ങൾ ഇത്തരം ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുകയാണ്. അത് ഈ പറഞ്ഞതുപോലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വേറൊരു കോൺഗ്രസ്സുകാരിയായ യുവതി വന്ന് പറഞ്ഞിട്ടും നിങ്ങൾ നടപടി സ്വീകരിക്കാത്തത്, പല സംഗതികളിലും ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ മുന്നിൽ റജി ഇതിങ്ങനെ സാങ്കേതികത്വം പറഞ്ഞിട്ട് പോലീസ് അന്വേഷിക്കേണ്ടതല്ലേ, കേസെടുക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ മെഴുകരുത്. ഇത് റജിയും ഞാനും എല്ലാം ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരെ ബാധിക്കുന്ന വിഷയമാണ്. അസിതയും ആതിരയും ഉൾപ്പെടെയുള്ള സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടുന്നവരെ ബാധിക്കുന്ന വിഷയമാണ്. നമ്മളിവിടെ റജി പറഞ്ഞ അതേ കാര്യത്തെ ഞാൻ ആവർത്തിക്കുന്നു. ആ ധാർമ്മികത, ഗാന്ധിയൻ മൂല്യങ്ങളുടെ ധാർമ്മികതയെങ്കിലും ഉണ്ടെങ്കിൽ റജി നെഞ്ചിൽ കൈവച്ച് പറയൂ. ഇങ്ങനെ ഒരു വിഷയത്തെ നിങ്ങളുടെ പോലീസ് അന്വേഷിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വേണ്ടി കഴിയുമോ? അവിടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി സൂചിപ്പിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് ഉൾപ്പെടെ ഓർത്തു വെക്ക്. എന്നിട്ട് പറ എങ്ങനെയാണ് ഇയാളെ കൈകാര്യം ചെയ്യേണ്ടതെന്ന്. നടന്ന് പെൺകുട്ടികളെ പിറകെ പോയി അവരെ വഞ്ചിക്കുന്ന ഏറ്റവും വൃത്തികെട്ട നിലപാട് സ്വീകരിക്കുക, അത് എന്തുമാത്രം അധപ്പതിച്ച അവസ്ഥയിലേക്ക് പോകുന്നു. എന്നിട്ട് അയാളെ വന്നിട്ട് നിങ്ങളുടെ പോലീസല്ലേ, നിങ്ങളുടെ കേസല്ലേ എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഇന്നത്തെ കോൺഗ്രസിന്റെ ജീർണമുഖമാണ്. ശരി, ഞാൻ മടങ്ങി വരാം. ഞാൻ അതിലേക്ക് വരാം. റജി, അതൊരു പൊളിറ്റിക്കൽ ചോദ്യമാണ്. അതിന് മറുപടി പറയാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും കോൺഗ്രസിന് ഒഴിഞ്ഞു പോകാനാകില്ല. കാരണം നിങ്ങൾ പുറത്താക്കിയെന്ന് പറയുന്ന ആൾ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിലും ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നതിലും ഇതാ മുന്നിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് കോൺഗ്രസിന് പുറത്തു നിൽക്കുന്നത്? അല്ലെങ്കിൽ കോൺഗ്രസിന് പുറത്തുള്ളവരാണോ ഇപ്പോൾ കോൺഗ്രസിന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികളെയും ഒക്കെ തീരുമാനിക്കുന്നത്? നോക്കൂ, ഈ ശ്രീ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം പാലക്കാടത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ആണ്.
നിയമപരമായിട്ടൊരു സാധാരണ പൗരനുള്ള, ഞാൻ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും അധാർമിക പ്രവർത്തികളെ ന്യായീകരിക്കുകയാണെന്ന് അസിത തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ അങ്ങ് തെളിയിക്കുന്നത് വരെ അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും പാലിക്കുന്ന ഒരു പൗരനാണ്. മാത്രമല്ല കേരളത്തിലെ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു നിയമങ്ങളും ലംഘിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല എന്റെ ചോദ്യം അതല്ല, അതങ്ങനെ ആയിക്കോട്ടെ. അത് രാഹുൽ ആകെ അക്കാര്യത്തിൽ നടത്തുന്ന വ്യക്തിപരമായ വിശദീകരണമാണ് അത്. ഇപ്പോൾ താങ്കളും ആദ്യഘട്ടത്തിൽ പറഞ്ഞു രാഹുൽ പുറത്താണ്, കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ല, കോൺഗ്രസ് മാറ്റി നിർത്തിയിരിക്കുന്നു. അപ്പോൾ വി ഡി സതീശൻ അന്ന് പറഞ്ഞത് എന്താണ്? കൃത്യമായും ഞങ്ങളുടെ മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ തീരുമാനമെടുത്തു. വി ഡി സതീശൻ വളരെ ധീരമായ നിലപാട് ആ വിഷയത്തിൽ എടുത്തയാളാണല്ലേ. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് പുറത്താണ്. ഒരു MLA, ഒരു ജനപ്രതിനിധി രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടാം, പക്ഷേ സംഘടനാ വിഷയങ്ങളിൽ ഇടപെടേണ്ടതില്ലല്ലോ, സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിലടക്കം. സംഘടനാ വിഷയങ്ങളിൽ ഇടപെട്ടതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ കോൺഗ്രസ് പാർട്ടിയുടെ മുമ്പാകെ വന്നാൽ യുക്തമായി അത് പരിശോധിക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് എന്ന് ബഹുമാനായ കെ മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടില്ല. റെജിയോട് ഒറ്റ ചോദ്യം. റെജി ഇപ്പോഴും പറയുന്നത് കേസ് വരട്ടെ, അന്വേഷിക്കട്ടെ, കുറ്റക്കാരനാണ് തരട്ടെ. റെജി, ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നത്, ഒരു യുവ നടി, നിങ്ങളുടെ കോൺഗ്രസ്സുകാരി നേരിട്ട് വന്ന് പറഞ്ഞില്ലേ പോലീസിന്റെ അന്വേഷണവും കേസൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ സാങ്കേതികമാണ്. ഈ പൊതുസമൂഹത്തോട് അവര് മുഖമൊന്നും മറച്ചില്ലല്ലോ, അവരുടെ മുഖം കാണുന്ന വിധത്തിൽ വന്നിട്ട് പറഞ്ഞില്ലേ എന്നോട് ഇതാ ഈ മനുഷ്യൻ ഇങ്ങനെയാണ് പെരുമാറിയത് എന്ന്. അതിനപ്പുറം എന്ത് തെളിവാണ് വേണ്ടത്? എന്ത് അന്വേഷണമാണ് വേണ്ടത്? ഏത് കോടതിയാണ് ഇനി ഇയാള് കുറ്റക്കാരനാണെന്ന് പറയേണ്ടത്? ഒരു യുവതി നേരിട്ട് വന്ന് പറഞ്ഞില്ലേ? അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചോ? ഇവര് പറയുന്നത് ശരിയല്ല, അവര് കള്ളമാണ് പറയുന്നത്, എന്തെങ്കിലും പറഞ്ഞോ? ബഹുമാനായ ശ്രീ VPP മുസ്തഫ, അങ്ങ് ചോദിച്ചത് വളരെ ഉചിതമായിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷേ അതിനുശേഷമാണ് അത്തരത്തിലൊരു സ്ത്രീ മാധ്യമങ്ങൾക്ക് മുമ്പാകെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസ് ഉന്നയിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റിയത് കോൺഗ്രസ്, അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റിയത് കോൺഗ്രസ്, അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതെല്ലാം അതിനുശേഷമാണ്. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മാത്രം കോൺഗ്രസ് അങ്ങനെ ഒരു വരി പറഞ്ഞു വെച്ചു. ഞാൻ പ്രചാരണം നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ, പുറത്തുള്ള ആൾക്ക് എങ്ങനെയാണ് അതിന് സാധിക്കുന്നത്? റജി, അതുകൂടി പറയൂ. അസിത, 3 തരത്തിലുള്ള നടപടികൾ കോൺഗ്രസ് പ്രസ്ഥാനം സ്വീകരിച്ചു. ഇനി ഫർദറായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളുടെ ഭാഗമായി പുതിയ സംഭവവികാസങ്ങൾ ഉരുത്തിരിയുകയാണെങ്കിൽ അതനുസരിച്ച് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ പൊതുമാധ്യമത്തിൽ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റു നടപടിയോട് നിൽക്കട്ടെ. അപ്പോഴും ചോദ്യത്തിന് ഉത്തരമായില്ലല്ലോ റജി. പുറത്താക്കി എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്? തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് എങ്ങനെയാണ്? അത് MLA എന്നുള്ള നിലയിലല്ല, മറിച്ച് കോൺഗ്രസുകാരൻ എന്ന നിലയിലാണ്. അതെങ്ങനെയാണ്? കോൺഗ്രസിന്റെ താരപ്രചാരകൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്താണത്രേ. നോക്കൂ, അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശമോ പരാതികളോ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മുമ്പാകെ വന്നിട്ടില്ല എന്നാണ് ബഹുമാനായ കെ മുരളീധരൻ അദ്ദേഹം പോലും പറയുന്നത്. അപ്പൊ അത് പാർട്ടിയുടെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരത്തിൽ ശരി, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആളുകളൊക്കെ കണ്ണടച്ചു വെച്ചായിരിക്കും കേരള പൊതുസമൂഹത്തിൽ ജീവിക്കുന്നത് എന്നത് വേണം കരുതാൻ. അതല്ലെങ്കിൽ അവർ അത് കാണേണ്ടതാണല്ലോ. ഞാൻ മടങ്ങി വരാം. PM ആതിര ഒരുപാട് സമയമായി തുടരുകയാണ്. ആതിര, ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആകെ പറഞ്ഞതിൽ ഒരു വാചകം അയാൾ ആവർത്തിക്കുന്നുണ്ട്. അത് ഈ രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആ വാചകം ആവർത്തിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും ചെയ്തു. അല്പം മുമ്പ് താങ്കൾ പറഞ്ഞ ഈ കൺസെന്റ് ഉൾപ്പെടെയുള്ള കാര്യം, അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ അനുകൂലികളും പറയുന്നൊരു കാര്യം, അത് രണ്ടുപേരുടെയും സമ്മതപ്രകാരം നടന്ന, ഉഭയ സമ്മതപ്രകാരം നടന്ന ലൈംഗിക ബന്ധമാണല്ലോ. കുട്ടി ഉണ്ടാകുന്ന കാര്യത്തിൽ ആദ്യം അവർ ഒരുമിച്ച് തീരുമാനിച്ചതാണല്ലോ, അബോർഷൻ അവർ ഒരുമിച്ച് തീരുമാനിച്ചതാണല്ലോ. അപ്പോൾ ആ ന്യായീകരണത്തിന്റെ അടിസ്ഥാനത്തിലും ആത്മവിശ്വാസത്തിലുമാകണം രാഹുൽ ആ വാചകം പറയുന്നത്, ഈ രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന്. അപ്പോഴും ഇക്കൂട്ടർക്ക് ഈ മാനിപ്പുലേറ്റഡ് കൺസെന്റ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ബോധവുമില്ല എന്ന് കരുതണോ? അല്ല, നിയമത്തിൻ്റെ മുന്നിലേക്ക് വരുന്നതിന് മുമ്പേ ധാർമ്മികത എന്നൊരു വാക്കുണ്ടല്ലോ, അത് രാഷ്ട്രീയത്തിലുള്ളവർക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും ഉണ്ടാവേണ്ടുന്ന ഒന്നാണ് ധാർമ്മികത എന്നുള്ളത്. ആ ധാർമ്മിക മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം ഒരു വ്യക്തിക്ക് പൊതുസമൂഹത്തിൽ ഇടപെടാനൊക്കെ സാധിക്കേണ്ടത്. ആ ധാർമ്മികതയുടെ ഒരു കണം പോലും ഈ ചർച്ചയിൽ ഉന്നയിക്കുന്ന സമയത്ത് കോൺഗ്രസിനെ ന്യായീകരിക്കുന്ന ആൾക്കും ഉണ്ടായിട്ടില്ല, രാഹുൽ മാങ്കൂട്ടത്തിനും ഉണ്ടായിട്ടില്ല. ഒരു വ്യക്തിയുടെ ധാർമ്മിക മൂല്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഇതിലെ ശരിതെറ്റുകളെ പരിശോധിക്കാം. ഇനി അതിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ ഈ നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ
രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്നുകിൽ നിയമം അറിയുന്ന ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതോ നിയമം അറിയാത്തതോ ഒക്കെ കൊണ്ടായിരിക്കും ചിലപ്പം ഈ രാജ്യത്തെ നിലനിൽക്കുന്ന നിയമങ്ങൾ പ്രകാരം കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത്. നിലനിൽക്കുന്ന നിയമപ്രകാരം ഏതൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഞാൻ നേരത്തെ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചത്. ഒന്ന്, ലൈംഗിക ബന്ധത്തിൽ രണ്ട് അഡൽട്ടായിട്ടുള്ള ആളുകൾ തമ്മിൽ, പ്രായപൂർത്തിയായിട്ടുള്ള ആളുകൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് കൺസെൻ്റ് ഉണ്ടെങ്കിലും ആ കൺസെൻ്റ് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് പ്രധാനമാണ്. അധികാര ശ്രേണിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരാൾ താഴെ നിൽക്കുന്ന ഒരാളോട് ഉണ്ടാക്കിയിട്ടുള്ള കൺസെൻ്റ് ആണെങ്കിൽ, അതുപോലെ തന്നെ പ്രായത്തിൻ്റെതായാലും മറ്റ് പല പണത്തിൻ്റെതായാലും പ്രതാപത്തിൻ്റെതായാലും ഒക്കെ വെച്ചിട്ട് കൺസെൻ്റ് എങ്ങനെയാണ് അതിനകത്ത് പ്രവർത്തിച്ചത്, കൺസെൻ്റ് കൃത്യമായി പ്രവർത്തിച്ചതാണെങ്കിൽ ഇന്ന് നമ്മൾ കേട്ട ശബ്ദരേഖ ഉണ്ടാവില്ലായിരുന്നു. കൺസെൻറ്റ് കൃത്യമായിട്ട് ഉള്ള കൺസെൻ്റ് ആയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള പരാതികളൊന്നും പുറത്തേക്ക് വരില്ലായിരുന്നു. രണ്ട് മനുഷ്യർക്കിടയിൽ ഏറ്റവും സന്തോഷമുള്ളൊരു സമയത്ത് നടന്നിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെ ആരെങ്കിലും പുറത്തേക്ക് വിളിച്ചു പറയുമോ? ഒരു കാരണവശാലും പറയില്ല. ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റ് ഇങ്ങനെ ജനത്തിൻ്റെ മുന്നിലേക്ക് കടിച്ചു കീറാൻ ഇട്ട് കൊടുക്കുമോ? ഇല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരിക്കലും ചെയ്യില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ അവരുടെ തുടർ ജീവിതത്തിന് ഇത് വളരെ ഹാംഫുള്ളായിട്ട് ബാധിക്കുന്നതാണ്. ചിലപ്പോൾ പുരുഷന്മാരൊക്കെ ഏതെങ്കിലും ഒരു സഭയിൽ അതെല്ലാം വലിയ സംഭവമായിട്ടൊക്കെ പറയുന്ന ആളുകളുണ്ടാകും. സ്ത്രീകൾ അങ്ങനെ ഒരിക്കലും പറയില്ല. പ്രത്യേകിച്ച് പാട്രിയാർക്കി ഇത്രമേൽ ശക്തമായൊരു സമൂഹത്തിനകത്ത് തങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ അങ്ങനെ പറയാറില്ല. ഇത്രയും കരയുന്ന ശബ്ദത്തിൽ, പെയിൻഫുള്ളായിട്ടുള്ള ശബ്ദത്തിൽ ഒരു സ്ത്രീയുടെ ശബ്ദരേഖ പുറത്തു വരുന്ന സമയത്ത് അതിൽ നിന്ന് തന്നെ 100% എവിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആ കൺസെൻറ്റ് യഥാർത്ഥ കൺസെൻറ്റ് ആയിരുന്നില്ല എന്നുള്ളത്. അത് നിയമം അറിയുന്ന ആളുകൾക്ക്, സ്ത്രീകളെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ആളുകൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ആ കൺസെൻറ്റ് എങ്ങനെയുള്ളതായിരുന്നു എന്ന് വായിക്കാൻ പറ്റും. അപ്പോൾ അതൊരു മാനിപ്പുലേറ്റഡ് കൺസെൻ്റ് ആണോ, അതൊരു ഫോഴ്സ്ഡ് കൺസെൻ്റ് ആണോ, അതൊരു ഫോർജ്ഡ് കൺസെൻ്റ് ആണോ എന്നുള്ളത് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ നിയമത്തിന് മുന്നിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. നിർഭാഗ്യവശാൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, കാരണം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഈ ചർച്ച നടക്കുന്ന സമയത്ത്, സാധാരണ കേരളത്തിൽ ഇത് കോൺഗ്രസിൻ്റെ പ്രതിനിധി ചോദിച്ചല്ലോ, ഈ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ പ്രതികരണത്തിന് രാഷ്ട്രീയം നോക്കിയിട്ടാണോ? ഞാൻ 100% സത്യസന്ധമായിട്ട് ഈ ചർച്ചയ്ക്കകത്ത് പറയുകയാണ്, ഒരിക്കലും ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗം ചേർന്നുകൊണ്ട് ഒരു മറുഭാഗത്ത് നിൽക്കുന്ന കൾപ്രിറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് ഇന്നേ വരെ ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ, എൻ്റെ പൊതുജീവിതത്തിൽ സംസാരിക്കുകയേ ചെയ്തിട്ടില്ല ഒരാളാണ്. വിമർശിക്കാൻ കഴിയുന്ന ഇടങ്ങളിൽ മുഴുവൻ വിമർശിച്ചിട്ടുള്ള ആൾ കൂടിയാണ്. ഇത്തരം അതിജീവിതകൾ പലരും, നടി ആക്രമിച്ച കേസിലെ നടി ഉൾപ്പെടെയുള്ള ആളുകൾ, WCCയുടെ പ്രവർത്തകർ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായി വന്ന ക്രൈമുകളുടെ കാര്യത്തിലൊക്കെ അതിജീവിതമാർ പല നിലയ്ക്ക് നമ്മളുമായിട്ട് ആസ് എ പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയ്ക്ക് ഈ കേരളത്തിനകത്ത് 7 വർഷം പ്രവർത്തിച്ച പരിചയമൊക്കെ വെച്ചിട്ട് നമ്മളൊക്കെ സമീപിച്ചിട്ടുണ്ട് പല നിലയ്ക്ക്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടം കേസിനകത്തെ ഒരു സ്ത്രീക്കും നമ്മളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി കഴിയാത്ത വിധം എന്തോ ബാരിയർ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിനകത്ത് അതിജീവിതമാർക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. നിരവധിയായിട്ടുള്ള സിവിക് ചന്ദ്രൻ കേസിനകത്തുൾപ്പെടെയുള്ള പല കേസുകൾക്കകത്തുള്ള അതിജീവിതമാർ, സോഷ്യൽ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നിരവധി സ്ത്രീകളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണത്. അങ്ങനെ ഒരു അതിജീവിതമായിട്ടുള്ള സ്ത്രീ അവരുടെ ഐഡന്റിറ്റി പുറത്തു പറയാൻ ഒരു നിലയിലും ആഗ്രഹിക്കുന്നുണ്ടാകില്ല. അതുകൊണ്ടായിരിക്കണം ഒരു പരാതിയിലേക്ക് പോകാൻ പോലും അവർ തയ്യാറാകാത്തത്. മറ്റൊരു വിഷയം, താങ്കൾ പറഞ്ഞതുപോലെ വലിയൊരു ഭീഷണി, അത്തരം കാര്യങ്ങൾ അവർ വരാത്ത വിധം എത്രമാത്രം മാനിപ്പുലേറ്റർ ആണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതിൽ അവിടെയുള്ള ഏറ്റവും ഗുരുതരമായ പ്രശ്നം എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും കേൾക്കുന്നത് എന്താണ്? പരാതി വരട്ടെ, തെളിയട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഒരു പരാതി വരാതെ, പരാതിക്കാരി ഇല്ലാതെ കേസിലേക്ക് പോയാൽ കേസ് എന്താകും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ കൂട്ടർക്ക് ഇത് വലിയൊരു പഴുതായി മാറുകയല്ലേ? അല്ല, പരാതി വരട്ടെ തെളിയട്ടെ എന്ന് പറയുന്നത് എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധമായ നിലയ്ക്കാണ്. ഈ കാണുന്ന ചെവിയെ വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഈ നേരിട്ട് വന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയെ ഇവർക്ക് വിശ്വാസമില്ല. സ്ത്രീകൾ അനുഭവിച്ച ഈ ക്രൈമിനെ, സ്ത്രീകൾ അനുഭവിച്ച ദുരിതത്തെ ഒരു നിലയ്ക്കും അഡ്രസ്സ് ചെയ്യാതെ ഇവരിപ്പോഴും ആ പവർ പൊളിറ്റിക്സിൽ, പവർ പോയിന്റിൽ നിൽക്കുന്ന ആളോടൊപ്പം മാത്രമേ നിൽക്കൂ എന്നുള്ളതാണ്. അതാണ് നിയമത്തിൻ്റെ വഴിയിൽ തെളിയിക്കട്ടെ എന്ന് പറയുന്നത്. ഈ പറയുന്ന വിധം സംസാരിക്കുന്ന തെളിവുകൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിവർന്നു നിൽക്കുന്ന സമയത്തും അങ്ങനെ പറയാൻ സാധിക്കുക എന്നുള്ളത്, നിങ്ങൾ ഒരു കാലത്തും ഈ ദുരിതം അനുഭവിച്ച, പ്രയാസം അനുഭവിച്ച സ്ത്രീയോടൊപ്പം നിന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾ പകരം മാനിപ്പുലേറ്റർ ആയിട്ടുള്ള പവർ പോയിന്റിൽ നിൽക്കുന്ന പവർ പൊളിറ്റിക്സ് കൊണ്ട് ഈ വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ക്രൈമും ചെയ്തിട്ടുള്ള ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു വാദം എടുക്കാൻ വേണ്ടി പറ്റുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ആ പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കുന്ന ഒരു മൊമെൻറ്റിലെങ്കിലും
എന്തെങ്കിലും നമ്മളൊന്ന് പതറും, എന്നിട്ട് പറയും ചെയ്തത് തെറ്റായിപ്പോയി എന്നെങ്കിലും പറയേണ്ടുന്നൊരു പൊളിറ്റിക്കൽ മൊമെൻറ്റ് കൂടിയല്ലേ ഇത്. അത് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ, ആ ഒരു രാഷ്ട്രീയ ധാർമ്മികത പോലും നമുക്കില്ലെങ്കിൽ, നമ്മൾ അതിൽ ഏത് പക്ഷത്ത് എന്നുള്ള ചോദ്യത്തിൽ വളരെ കൃത്യമായിട്ട് കുറ്റവാളിയോടൊപ്പമാണ് നിൽക്കുന്നത്. ദുരിതം അനുഭവിക്കുന്ന ഇരയോടൊപ്പം നിൽക്കാൻ, അവരെ സർവൈവറാക്കി, അവരെ അതിജീവിതയാക്കി മാറ്റി തീർക്കാനുള്ള പ്രവർത്തനത്തിൽ ഞങ്ങളില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. അതൊരു തർക്കമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ തെളിയിക്കട്ടെ, എന്നിട്ടാവട്ടെ, എന്നിട്ട് വേണമെങ്കിൽ രാജിവെക്കട്ടെ, വേണമെങ്കിൽ മീറ്റിങ്ങിൽ ഇരുന്നോട്ടെ, വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിക്കോട്ടെ, ഇത് ഞങ്ങൾ പരാതി കേട്ടാൽ ചെയ്യാം എന്നൊക്കെ പറയുന്ന വഴുവഴുപ്പൻ ന്യായം പറയാൻ വേണ്ടി പറ്റുന്നത് നിങ്ങൾ ഇക്കാര്യത്തിൽ ക്രിമിനലിനൊപ്പമാണ്. ഇത്രയും കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഒരു ക്രൈം മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്യാനറിയുന്ന, അതിന് സ്നേഹത്തെ മറയാക്കി വെച്ചിട്ട്, പ്രണയത്തെ മറയാക്കി വെച്ചിട്ട്, അധികാരത്തെ ഉപയോഗിച്ച്, രാഷ്ട്രീയത്തിൽ അയാളുടെ സ്ഥാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്രയും നീചമായ ക്രൈം ചെയ്ത ഒരാളെ തള്ളിപ്പറയാൻ ഇന്നും കേരളത്തിന് കഴിയുന്നില്ലെങ്കിൽ, അങ്ങനെ കഴിയാത്ത ആളുകൾ, അതിലിപ്പോഴും ആശങ്കയുള്ള ആളുകൾ, അതിലിപ്പോഴും സംശയമുള്ള ആളുകൾ, ഒരു തർക്കവുമില്ല, ക്രിമിനലിനൊപ്പം നിൽക്കുന്നു, ദുരിതം അനുഭവിച്ച സ്ത്രീയോടൊപ്പം അല്ല എന്നുള്ളത് പരസ്യമായി പറയുന്നതിന് തുല്യമാണത്. ഇനി നിയമത്തിൻ്റെ വഴിയിലൊക്കെ പോയി അത് തെളിഞ്ഞു വരുമ്പോഴുള്ള സാങ്കേതികത്വങ്ങളുടെ നടുവിൽ, അവരുടെ ജീവിതത്തിനകത്ത് അവരനുഭവിക്കേണ്ടി വരുന്ന ക്രൈസിസുകളുടെ നടുവിന്ന് അത് സാധിക്കാതെ പോയൊരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയോടൊപ്പം നിങ്ങളില്ല എന്നുള്ളതാണ്. എത്ര ആളുകൾക്ക് കേരളത്തിലെ, ഈ ഇന്ത്യയിലെ കണക്ക് തന്നെ പറയുന്നത്, ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 100 റേപ്പ് നടക്കുമ്പോൾ 20 റേപ്പ് മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 80 റേപ്പുകളും അൺറിപ്പോർട്ടഡായി നിൽക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് ആ 80 സ്ത്രീകളുടെ പ്രശ്നം നിങ്ങൾക്ക് പ്രശ്നമല്ല എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. ഈ കരഞ്ഞ് നിലവിളിച്ച് നിയമത്തിൻ്റെ വഴി കൂടെ നടന്ന ഈ 20 സ്ത്രീകളിൽ കേസ് തെളിയിക്കാൻ വേണ്ടി പറ്റിയത് അതിൻ്റെ 1% വരുന്ന സ്ത്രീകളാണ്. അവർക്ക് മാത്രമേ നിങ്ങൾ കൈയടിക്കുകയുള്ളൂ. അവരുടെ കേസിൽ മാത്രമേ നിങ്ങൾ കുറ്റവാളികൾക്ക് നേരെ വിരൽ ചൂണ്ടുള്ളൂ. ആ കുറ്റവാളികൾക്ക് നേരെ മാത്രമേ നിങ്ങൾ കല്ലെറിയൂ എന്ന് പറയുമ്പം 99% കുറ്റവാളികളും രക്ഷപ്പെടുന്ന ഒരു നീതിന്യായ സംവിധാനവും വ്യവസ്ഥയാണ് ഈ രാജ്യത്തിനുള്ളത്. കേരളം കുറച്ചുകൂടി മെച്ചപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അങ്ങനെ അല്ലാത്ത രീതിയിലേക്ക് വിധികൾ വരുന്നത്. പാലത്തായി കേസിലൊക്കെ വന്നിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള വിധികൾ അതിൻ്റെ ഭാഗമായിട്ട് മാത്രം സംഭവിച്ചതാണ്. കേരളത്തിൽ അല്ലെങ്കിൽ, ഞാൻ ഇന്ന് ഉറപ്പിച്ചു പറയുന്നു, കേരളത്തിലല്ലായിരുന്നെങ്കിൽ, കേരളം ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു കാലമല്ലായിരുന്നെങ്കിൽ പാലത്തായി കേസിലെ വിധി ഇങ്ങനെ ആവില്ലായിരുന്നു. ആ കേസിലുൾപ്പെടെ ഈ പറയുന്ന കുട്ടിയോടൊപ്പം സഞ്ചരിക്കാൻ അവസരമുണ്ടായിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. ആ നിലയ്ക്ക് ഈ പറയും വിധം നിങ്ങൾ കുറ്റവാളിയോടൊപ്പമാണോ, നിങ്ങൾ ഒരു ഇരയെ അതിജീവിതയാക്കാനുള്ള പ്രോസസ്സിനൊപ്പമാണോ എന്നുള്ള രാഷ്ട്രീയ ചോദ്യമാണ് കേരളം ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ കുറ്റവാളിക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ വഴുവഴുപ്പൻ ന്യായങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി പറ്റൂ. അല്ലാത്ത മുഴുവൻ മാനവികതയും മനുഷ്യത്തുള്ള ആളുകൾ ഈ പറയുന്ന കരച്ചിലിൻ്റെ നടുക്ക് നിൽക്കുന്നൊരു ശബ്ദത്തെ ചേർത്ത് നിർത്താനും അവരെ നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കാനും പോരാടാനുമുള്ള ശേഷിയുള്ളവർ ാക്കി മാറ്റണം എന്നുള്ളതാണ്. മറിച്ചുള്ള എല്ലാ വർത്താനങ്ങളും അവരെ ദുർബലപ്പെടുത്തുന്നതാണ്. ഈ ചർച്ചയ്ക്കകത്ത് വരുന്ന അത്തരം എല്ലാ വർത്താനങ്ങളും ഉൾപ്പെടെ അവരെ ദുർബലപ്പെടുത്തുന്നതാണ്. അത്തരം ദുർബലപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ പൊസിഷനിലേക്ക് ഇനിയും UDFും കോൺഗ്രസും സംവിധാനവും പോകരുത് എന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ശരി ബി റജി, ഇതിലിപ്പോൾ 2 വിഷയമാണ്. ഒന്ന് ധാർമ്മികമാണ്, രണ്ടാമത്തേത് രാഷ്ട്രീയമാണ്. ധാർമ്മികമായ നിലപാട് സ്വീകരിക്കേണ്ടത്, മറുപടി പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. നാട്ടുകാരെ ധാർമ്മികത പഠിപ്പിക്കുക എന്നതിനപ്പുറം അയാളിൽ നിന്നും ഇനി മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. രണ്ടാമത്തേത് രാഷ്ട്രീയം, അത് കോൺഗ്രസ് ആണ് നിലപാട് സ്വീകരിക്കേണ്ടത്. ഒഴുക്കൻ മട്ടിൽ നടപടിയെടുത്തു എന്ന് പറഞ്ഞതിന്റെ പൊള്ളത്തരം ഇപ്പോൾ ഇവിടെ തന്നെ വെളിവായതാണ്. ബി റജി, ഇനി ഒരു ഡയറക്റ്റ് ചോദ്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അതിശക്തമായ നിലപാടെടുത്ത് വിലക്കാൻ സാധിക്കാതെ, മാറ്റി നിർത്താൻ സാധിക്കാതെ ഒരു ഭയപ്പെടൽ കോൺഗ്രസിനുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ? ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? നോക്കൂ, ഞാൻ അതിന് മറുപടി പറയാം. അതിനു മുമ്പ് ബഹുമാന്യായ അഡ്വക്കേറ്റ് ആതിര പറഞ്ഞ ആ അവസാനത്തെ ഭാഗത്തിനോട് ഞാൻ അതിശക്തമായി വിയോജിക്കുന്നു. അതായത് എൻ്റെ നിലപാട് സ്ത്രീപക്ഷത്തിനെതിരാണ്, ഞാൻ ഈ കുറ്റവാളിക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പൊതുവെ അത്തരത്തിലാണ് എന്നുള്ള നിലപാടിനോട് ഞാൻ അങ്ങേയറ്റം വിയോജിക്കുകയാണ്. ഞങ്ങൾ ഒരിക്കലും പുരുഷ മേധാവിത്വത്തിനല്ല, സ്ത്രീ സമത്വത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണ്. അതിജീവിതയോ അല്ലെങ്കിൽ അബലകളായ അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്ത്രീ ഉന്നമനത്തിനു വേണ്ടി എക്കാലവും നിൽക്കുന്ന, അതിനുവേണ്ടി അടിയുറച്ച് വിശ്വസിക്കുന്ന, അതിനുവേണ്ടി
വേണ്ടി പോരാടിയിട്ടുള്ള ആളുകളിൽ ഒരാളൊക്കെയാണ് ഞാനും, അതുപോലെ ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ. ഇവിടെ ഏതെങ്കിലും ആക്ഷേപിക്കുകയല്ല ബി റജി, എങ്കിൽ പോലും താങ്കൾ പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഒരു കാര്യം ചൂണ്ടിക്കാട്ടാം. ഈ വിഷയത്തിൽ കോൺഗ്രസിൽ നിന്നും വ്യത്യസ്ത നിലപാട് സ്വീകരിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഉമാ തോമസ്. ഓർമ്മയുണ്ടാകുമല്ലേ അവരുടെ അവസ്ഥ? വ്യക്തിപരമായല്ല കേട്ടോ, ഞാൻ കോൺഗ്രസിന്റെ പൊതു സ്വഭാവം പറഞ്ഞതാണ്. താങ്കൾ തുടർന്നോളൂ. അത് അസിത പറഞ്ഞത് നല്ലതായി. കാരണം അത് സംബന്ധിച്ച് ഉള്ള ഈ ഉമാ തോമസിനെതിരെ വന്ന സൈബർ ആക്രമണങ്ങളിൽ പകുതിയിലധികവും ഈ CPM-ന്റെ സൈബർ ഇടങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് അങ്ങ് വിസ്മരിക്കരുത്. നോക്കൂ, അതാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് CPM-ന്റെ 5.5 ലക്ഷം അണികളും സൈബർ സഖാക്കളാണ്. അവരെല്ലാവരും എന്താണ് പ്രതികരിക്കുകയും പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണ്? ഞാനിതിനെ കണ്ടത്, ഇതിനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാൻ എടുക്കുന്ന ഒരു ശ്രമത്തിനെ, ആ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ അതിനെ വിശകലനം ചെയ്തു എന്നുള്ളത് മാത്രമാണ്. അതായത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വിഷയമുണ്ടാകുന്നു, അതിപ്പോൾ അന്വേഷണ ഘട്ടത്തിലിരിക്കുന്നു. അന്വേഷണം നടത്തുന്ന പോലീസ് ഒരു ടീമിനെ രൂപീകരിച്ചിരിക്കുന്നുണ്ട്. ആ ടീമിൻ്റെ മുമ്പാകെ എല്ലാവിധ വിവരങ്ങളുമുണ്ട്. അത് സംബന്ധിച്ച് ഈ പരാതിക്കാരുമായിട്ട് സംവദിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയോ അത് സംബന്ധിച്ച് തുടർ നടപടി സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും അവർക്കാണുള്ളത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമ്മളിതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിനെ ഏതെങ്കിലും തരത്തിൽ ദുർബലപ്പെടുത്താം എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാവാം ഒരുപക്ഷെ ഇത് വന്നിട്ടുള്ളത്. പക്ഷേ നിലവിൽ അങ്ങേയറ്റത്തെ ധാർമ്മികത പുലർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇനി കോൺഗ്രസിന് എന്തെങ്കിലും തുടർ നടപടി സ്വീകരിക്കണമെങ്കിൽ അത് സംബന്ധിച്ച് അദ്ദേഹം കുറ്റവാളിയാണെന്ന് തെളിയിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഫർദറായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടോ? അങ്ങനെ ഒരു ഘട്ടത്തിൽ നിശ്ചയമായിട്ടും കോൺഗ്രസ് പ്രസ്ഥാനം അതിലേതെങ്കിലും തരത്തിൽ നടപടിയെടുക്കുന്ന കാര്യത്തിൽ മടിച്ചു നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അതിൻ്റെ ധാർമ്മിക മൂല്യങ്ങളിൽ എക്കാലത്തും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പൊതുമധ്യത്തിൽ ഈ ഒരു ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിൽ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. അന്ന് ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടില്ല. അന്ന് ഇത്തരത്തിലൊരു ആരോപണം വന്ന ആദ്യ ഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തി എന്നുള്ള കാര്യം മറക്കരുത്. ഇനി എന്തെങ്കിലും തുടർ നടപടി സ്വീകരിക്കണോ നിങ്ങൾ? ആ ഒരു ഘട്ടത്തിൽ നിശ്ചയമായിട്ടും പ്രസ്ഥാനം അത് ഉചിതമായ നടപടികൾ സ്വീകരിക്കും. അതിന് ഒരു തർക്കവും വേണ്ട. ഇതാണ് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട് കാലാകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഞാൻ പ്രതിരോധിക്കുന്നത് അല്ലെങ്കിൽ എതിർക്കുന്നത് എന്ന് പറയുന്നത് ഇതിനെ ഈ ഒരു അവസരത്തിൽ, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ സെലക്റ്റീവായി കുറേ ഇൻഫർമേഷൻ ലീക്ക് ചെയ്യുക, അതിനെ തുടർന്നൊരു ചർച്ച ഉണ്ടാകുക, അത് സംബന്ധിച്ച് അതിനെ ഏതെങ്കിലും തരത്തിൽ UDF-ന് എഗനിസ്റ്റായിട്ട് പ്രയോഗിക്കുവാൻ വേണ്ടി ഈ ഘട്ടത്തിൽ പ്രയോഗിക്കുക, അത്തരത്തിലൊരു തന്ത്രത്തിനെ രാഷ്ട്രീയമായി നേരിടുന്നു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ആ വ്യക്തിയോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അതിജീവിതയ്ക്ക് എതിരെയാണ് എന്നൊക്കെ പറയുന്നതിലൊന്നും യാഥാർത്ഥ്യമില്ല, വാസ്തവമില്ല. അത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യരുത്. ഞാൻ ഇടപെടുന്നു. VPP, എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ച ഉമാ തോമസിനെതിരെ നിങ്ങൾ സൈബർ അറ്റാക്ക് നടത്തിയതൊക്കെ മോശമായി പോയി കേട്ടോ. അല്ല, ഈ റജിക്ക് എന്ത് പറ്റി എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. റജി, നിങ്ങൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾ, കൈരളി ഒഴികെ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ആരെയാണ് റജി സപ്പോർട്ട് ചെയ്യുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത്ര വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടാൻ തന്നെ കാരണം എന്താണ്? ഈ വലതുപക്ഷ മാധ്യമങ്ങൾ ബൂസ്റ്റും ഹോർലിക്സും കൊടുത്ത് വളർത്തിയെടുത്തിട്ടല്ലേ? അവര് CPM ലീക്ക് ചെയ്ത ഏതെങ്കിലും ഒരു ഓഡിയോ ക്ലിപ്പ് എടുത്തിട്ട് ഇതുപോലൊരു സന്ദർഭത്തിൽ, റജി പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് പോലുള്ള ഒരു സന്ദർഭത്തിൽ CPM-ന് സഹായകരമായ ഒരു നിലപാട് ഈ നാട്ടിലെ മാധ്യമങ്ങൾ സ്വീകരിക്കുമോ? മാധ്യമങ്ങളുടെ രാഷ്ട്രീയത്തെ നന്നായിട്ട് അറിയിച്ച ആളല്ലേ റജി? അവര് ഈ പറഞ്ഞ ശബരിമലയൊക്കെ ഉപയോഗിച്ചിട്ട് ഞങ്ങളെ എങ്ങനെ കൂട്ടാമെന്ന് നോക്കി നിൽക്കുക. ആ മാധ്യമങ്ങൾ ഏതെങ്കിലും ഇതുപോലുള്ള ഒരു ക്രൂഷ്യൽ സന്ദർഭത്തിൽ ഇടതുപക്ഷത്തിന് ഗുണകരമായ എന്തെങ്കിലും സംഗതി ഉണ്ടാവോ? അപ്പൊ അതുകൊണ്ട് റജി ആ വർത്തമാനം പറയല്ലേ, അതൊന്നും ഏശില്ല. CPM-ന് ആ പണിയൊന്നുമില്ല. നേരത്തെ ഇതിന്റെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ യുവനടിയുടെ കാര്യം ഉൾപ്പെടെ കോൺഗ്രസ്സുകാരിയാണ്, പക്ഷെ താങ്കൾ അതിനെ കുറിച്ച് മിണ്ടുന്നില്ല. ആ വെളിപ്പെടുത്തലുകൾ വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയുമായിട്ട് കോംപ്രമൈസ് ഉണ്ടാക്കി ആളുകളെ വെച്ചിട്ട്. അതുകൊണ്ടല്ലേ അവരന്ന് പോലീസിന്, ക്രൈംബ്രാഞ്ച് സംഘത്തിന് മൊഴി കൊടുക്കാൻ സന്നദ്ധമായില്ല. ഈ യുവതിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് എന്നെ പ്രയാസകരമായിരുന്നല്ലോ. അവരുടെ ഐഡന്റിറ്റി ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തി. പക്ഷെ അവരുടെ അടുത്ത് എത്തിയപ്പോൾ മൊഴി കൊടുക്കാൻ സന്നദ്ധമായില്ല. അതുകൊണ്ട് മൂന്നാം കക്ഷികളുടെ മെയിലിലുള്ള പരാതി മാത്രം വെച്ചിട്ട് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞില്ല. ആ കേസിൽ ഈ അന്ന് കൊടുത്ത ഉറപ്പുകൾ പാലിക്കപ്പെടാതിരുന്നത് കൊണ്ടോ മറ്റോ ആയിരിക്കില്ലേ ഇപ്പൊ വീണ്ടും രാഹുൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായപ്പോൾ, അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് ആക്റ്റീവായപ്പോൾ ഇത് വീണ്ടും പുറത്തു വന്നിട്ടുള്ളത്? ഇതിലെവിടെയാണ് CPM-ന് പങ്കുള്ളത്? ഇതിലെവിടെയാണ് CPM കരുതുന്നത്? ഇനി അസിത, റജി പറയുന്നത് പോലെ കോൺഗ്രസ് ഈ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണോ?
എം വിൻസെന്റ് എന്ന് പറയുന്ന കോവളം MLA ഇപ്പോഴും എങ്ങനെയാ നിങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ നിൽക്കുന്നത്? എങ്ങനെയാ അദ്ദേഹം KPCCയുടെ വലിയ നേതാവായിട്ട് നിൽക്കുന്നത്? സ്വന്തം അയൽക്കാരിയല്ലേ റജി പരാതി കൊടുത്തത്? നിങ്ങൾ പറയുന്ന പോലെ പോലീസ് അന്വേഷിച്ചു, അയാളെ ജയിലിൽ അടച്ചില്ലേ? 1 മാസത്തോളം അദ്ദേഹം റിമാൻഡിലായിരുന്നില്ലേ? നിങ്ങൾ പുറത്താക്കിയോ? ഇപ്പൊ ഇവിടെ പറയുന്നത് പോലീസ് കേസെടുത്താൽ ഉടനെ പുറത്താക്കുന്നല്ലേ റജി പറയുന്നത്? എന്റെ എം വിൻസെന്റിനെ പുറത്തു നിർത്താത്തത്? അതുപോലെ എറണാകുളത്തെ മറ്റൊരു യുവ MLA ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗ്രൂപ്പിലെ ആൾ, അവിടെയും കേസ് വന്നില്ലേ? പരാതി എടുത്തില്ല, അയാളും റിമാൻഡിലായില്ലേ? എന്നിട്ട് നിങ്ങൾ നടപടിയെടുത്തു. അയാൾ ഇപ്പോഴും നിങ്ങളെ പാർലമെന്ററി പാർട്ടിയിലില്ലേ? ഇപ്പോഴും നിങ്ങളെ MLAയും നേതാവുമായിട്ട് നടക്കുകയല്ലേ? ഇവിടെ ഇപ്പോ റജിയുടെ വർത്താനം കേട്ടാൽ എന്തോ പോലീസ് കേസ് വരാത്തത് മാത്രമേ പ്രശ്നമുള്ളൂ, ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ കാത്തിരിക്കുകയാണെന്ന്. നിങ്ങൾ ചെയ്യില്ലാന്നേ. കോൺഗ്രസ് അത്ര ജീർണിച്ചിരിക്കുക. ഇതുപോലുള്ള ആളുകളെല്ലാമാണ് നിങ്ങൾ ചേർത്ത് നടത്തുന്നത്. കുറ്റപത്രം സമർപ്പിച്ച ഒരാൾ ഇപ്പോൾ നിയമസഭയിലുണ്ട്. അങ്ങ് അതിനെക്കുറിച്ച് മറക്കരുത്. അല്ല, നിങ്ങളുടെ കൂടെ ഇപ്പോഴും നിൽക്കുക. നിങ്ങൾ കൊണ്ടുനടക്കിയ ഈ 2 MLA-മാരെയും അതാണ് ഞാൻ പറയുന്നത്. അല്ല, നിങ്ങൾ എന്താ പറഞ്ഞത്? ആ കുറ്റപത്രം റദ്ദാക്കിയെന്നുള്ളതും കാണുക, അവരെ കുറിച്ചുള്ള പുതിയ വെളിപ്പെടുത്തലുകളും കാണുക, അവർക്കെതിരെ വന്ന കേസും കാണുക. ഞാൻ ന്യായീകരിക്കുകയല്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞല്ലോ റജിയുടെ അവകാശവാദം എന്തായിരുന്നു? പോലീസ് കേസെടുത്ത് അന്വേഷിച്ചാൽ ഉടനെ ഇയാളെ മാറ്റി നിർത്തും. ജയിലിൽ കിടന്ന ആളുകളെ ഇപ്പോഴും MLA-മാരും KPCCയുടെ നേതാക്കളായിട്ട് നിങ്ങൾ കൊണ്ടുനടക്കുക. അപ്പൊ ആ അവകാശവാദം പറയണ്ട. നിങ്ങളുടെ പാർട്ടി റജി ജീർണിച്ചിരിക്കുകയാണ്. അതിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥയില്ല. സ്ത്രീ വിരുദ്ധരും ഈ പറഞ്ഞ മണി പവറും മസിൽ പവറും ഒക്കെ ആയിട്ട് കോൺഗ്രസ് തകർന്നിരിക്കുക. അതിനെ രക്ഷപ്പെടുത്താൻ റജിയെ പോലുള്ള ആദർശവാദികൾ ശ്രമിക്കും. ഓക്കെ. PM ആതിര അവസാനിപ്പിക്കുന്നു. സമയപരിമിതി ഉള്ളത് കൊണ്ടാണ്. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്ന 3 പേർക്കും ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുകയാണ്.